നമസ്കാരം. ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മാധ്യമ അധ്യാപകനുമായ പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ളയാണ് നമ്മുടെ ഇന്നത്തെ പ്രത്യേക അതിഥി. അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിത അനുഭവങ്ങൾ, മാധ്യമ അധ്യാപകൻ എന്ന നിലയുള്ള അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ വരുന്ന മണിക്കൂറിൽ കേൾക്കുവാൻ പോകുന്നത്. കൊട്ടാരക്കരയിൽ ജനിച്ച താങ്കൾ എങ്ങനെയാണ് കോട്ടയത്തെത്തിയത് എന്ന വളരെ ലളിതമായൊരു ചോദ്യത്തോടു കൂടി തന്നെ ആരംഭിക്കാം എന്ന് തോന്നുന്നു. കാര്യം 71-ൽ ദീപികയിൽ പ്രവർത്തിക്കാനായി താങ്കൾ ഇവിടെ എത്തി എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മംഗളത്തിൽ പ്രവർത്തിച്ചു. മാധ്യമ അധ്യാപകനായും താങ്കൾ കോട്ടയത്തെ കർമ്മഭൂമിയാക്കി മാറ്റി താങ്കളുടെ. അപ്പോൾ കൊട്ടാരക്കര നിന്നും കോട്ടയത്തേക്കുള്ള യാത്രയിൽ നമുക്ക് ആരംഭിക്കാം സാർ. കൊട്ടാരക്കര യാത്രയ്ക്ക് മുമ്പ് ഒരു ജനനം വേണമല്ലോ. ഞാൻ കൊട്ടാരക്കര താലൂക്കിൽപ്പെട്ട പൂയപ്പള്ളി മരുതവൻ പള്ളിയില് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. സാമാന്യം ഭേദപ്പെട്ട ഒരു ജന്മി കുടുംബമാണ്. ഭാഷാപണ്ഡിതനും കലാകാരനും ഒക്കെ ആയിരുന്ന മാടവന കൃഷ്ണപിള്ളയുടെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനാണ് ഞാൻ. അവിടുന്ന് പ്രൈമറി കൊട്ടറ ഗവൺമെന്റ് സ്കൂളിലൂടെ, കൊട്ടറ ശങ്കരമംഗലം സ്കൂളിലൂടെ, മൈലോട് ഹൈസ്കൂളിലൂടെ, കൊല്ലം SM കോളേജിലൂടെ, ഫാത്തിമ കോളേജിലൂടെ, പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ലോ വഴി പിന്നെ ക്രിമിനൽ ലോയിൽ LLM വരെ എത്തിയ വിദ്യാഭ്യാസമാണ് എനിക്കുള്ളത്. ഞാനന്ന് ഫാത്തിമയിൽ കെമിസ്ട്രിയാണ് എടുത്തത്. കെമിസ്ട്രി എടുക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. അക്കാലത്ത് കെമിസ്ട്രിയിൽ നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ കൊച്ചി TCCയിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിയായിട്ട് ജോലി കിട്ടും. ഏറ്റവും നല്ല ശമ്പളം അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് കോളേജ് അധ്യാപന തുല്യമായ ശമ്പളം ഉണ്ടെന്നാണ്. എന്തായാലും ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞതുപോലൊക്കെ സംഭവിച്ചു. നല്ല മാർക്ക് കിട്ടി. ഞാൻ ടെസ്റ്റ് എഴുതി. എനിക്ക് കൊച്ചിൻ TCCയിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിയായിട്ട് കിട്ടി. ഞാൻ അവിടെ പിന്നെ ജോയിൻ ചെയ്യാൻ മെമ്മോ കൊട്ടി അവിടെ ചെന്നപ്പോൾ ഒരു ലിസ്റ്റ് തന്നു. ഒരു യൂണിഫോം, വെള്ള യൂണിഫോമാണ്. ഇത് കണ്ടപ്പോഴേ എൻ്റെ കൊച്ചു മനസ്സിൽ എൻ്റെ ജീവിത ചുറ്റുപാടനുസരിച്ച് ഭേദപ്പെട്ടതായതുകൊണ്ട് എനിക്കൊരു തോന്നരുത്, എൻ്റെ യൂണിഫോം ആണ് ഈ ചുമട്ടുതൊഴിലാളികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റിക്കാരുടെ യൂണിഫോം ആണെന്ന് തെറ്റിദ്ധരിച്ച് എനിക്കതിൽ വല്ലാത്തൊരു വിഷമം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ വി ഗംഗാധരൻ, ഞങ്ങളൊക്കെ ഗംഗേണ്ണ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു മഹാപ്രശസ്തൻ, അതായത് പിന്നെ EMS മന്ത്രിസഭയുടെ കാലത്ത് സ്പീക്കറായിരുന്ന വി ഗംഗാധരൻ അന്ന് TCCയിലെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന R രാമചന്ദ്രൻ നായരെ കാണാനായിട്ട് അവിടെ വരുന്നു. എന്നെ കണ്ടിട്ടുണ്ടെ ചോദിച്ചു, നീ എന്തിനാ അവിടെ വന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി കിട്ടി. വലിയ സന്തോഷത്തിൽ കൂടി കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്നെ മുതുകത്തൊക്കെ തട്ടി സന്തോഷിച്ചു. പക്ഷെ എനിക്ക് ഒരു സന്തോഷമില്ല. അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കിതൊന്നും പറ്റത്തില്ല, ഗംഗണ്ണൻ എനിക്ക് മലയാള രാജ്യത്ത് ജോലി തരണം എന്ന് പറഞ്ഞു. ആ പുള്ളി ഞെട്ടിപ്പോയി. മലയാള രാജ്യം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പഴയ കാലത്ത് വലിയ പത്രമായിരുന്നു. പക്ഷേ ഞാൻ ഈ പറയുന്ന സമയത്ത് മലയാള രാജ്യം ഏതാണ്ട് കൂട്ടിക്കെട്ടുന്ന അവസ്ഥയിലേക്ക്, അധപതനത്തിലേക്കാണ്. അദ്ദേഹം അതിന്റെ ചീഫ് എഡിറ്ററാണ്. ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ വരാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ വീട്ടിൽ പോലും പറയാതെ അവിടുന്ന് കൊല്ലത്തേക്ക് വണ്ടി കയറി പിറ്റേന്ന് മലയാള രാജ്യത്തിൽ ചെന്നു. അവിടെ ജോയിൻ ചെയ്തു. 6 മാസം അവിടെ ജോലി ചെയ്തു. 6 മാസം ജോലി ചെയ്ത് അവിടുന്ന് വല്ല ട്രാൻസ്ലേഷൻ ഒക്കെ തന്നു. അങ്ങനെ എഴുതി 1-2 ദിവസം പത്രമൊക്കെ അവിടുത്തെ റിപ്പോർട്ടറോടെ പത്രസമ്മേളനത്തിലും പോയി. ശമ്പളം എല്ലാ ദിവസവും ഓരോ പത്രം കിട്ടും, അല്ലാതെ ഒന്നും കിട്ടത്തില്ല. അങ്ങനെ എനിക്ക് ഞാൻ വല്ലപ്പോഴൊക്കെ ലേഖനം എഴുതുമായിരുന്നു, ദീപികയിൽ എഴുതുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഈ കൊല്ലത്തെ ലേഖനായ കുര്യനോട് പറഞ്ഞ്, ഞാൻ കോട്ടയത്ത് പോവുകയാണ്, അച്ഛന്മാരെ കൊളംബിയർ അച്ഛനെ കാണാൻ പോവുകയാണ്, വരുന്നോന്ന് ചോദിച്ചു. പരിചയപ്പെടാന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടുകൂടി കൂടെ പോയി. അവിടെ ചെന്ന് ഈ അദ്ദേഹം കൊളംബിയർ അച്ഛനെ എന്നെ പരിചയപ്പെടുത്തി. നമ്മുടെ പത്രത്തിലൊക്കെ എഴുതുന്ന ആളാണ്. അപ്പൊ എന്നെ കേട്ടിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഞാൻ മുമ്പ് തന്നെ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗ യൂത്ത് ഫ്രണ്ടിന്റെ സ്ഥാപക ട്രഷററാണ് സംസ്ഥാനം. പിന്നെ KSCയുടെ ജില്ലാ പ്രസിഡന്റാണ്. അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ അറിയാം. അപ്പം പുള്ളി പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, DBA പോകാൻ താല്പര്യമുണ്ടോ നീ കുര്യച്ചൻ ചോദിച്ചു. ഞാൻ പറഞ്ഞോണ്ട് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. പുള്ളി എങ്ങനെയോ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ അവിടെ ചെന്ന് വീണ്ടും ഒരു ടെസ്റ്റ് എഴുതാൻ പറഞ്ഞു. ടെസ്റ്റ് എഴുതി.
ടെസ്റ്റ് ഉം. എഴുതി എനിക്കത് കിട്ടി. ഞാൻ ദീപികയിൽ പ്രവേശിച്ചു. ഉം. ഇത് പത്രപ്രവർത്തനത്തിലേക്ക് വരാൻ ഞാൻ ഗംഗേണ്ണനോട് പറയാനൊരു കാരണമുണ്ട്. ഉം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ ഇരുന്നപ്പോൾ വാർത്തയുമായി ഈ പത്ര ഓഫീസുകൾ കയറിറങ്ങുമായിരുന്നു. ആ ഉം. കൂട്ടത്തിൽ മനോരമയിലും പോകും. മനോരമയില് അന്നൊരു ലേഖകനുണ്ടായിരുന്നു, അവിടുത്തെ റിപ്പോർട്ടർ. പിന്നെ തോപ്പിൽ രവി എന്നാണ് പേര്. ഉം. പിൽക്കാലത്ത് അദ്ദേഹം MLA ആയി, കോൺഗ്രസ് MLA ആയി. അതെ. ഉം. അവിടെ ചെല്ലുമ്പോഴൊക്കെ ആ ഓഫീസിൽ നിരവധി ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും കേരളത്തിൽ അറിയപ്പെട്ട വയലാർ രവി ഉൾപ്പെടെയുള്ള ആളുകളെ കാണാം. എപ്പോഴും അല്ല, പല സമയത്തും പല ആളുകൾ. ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു, പിന്നെ എല്ലാ ദിവസവും പത്രത്തിൽ രവിയുടെ ഫോട്ടോയും പ്രസംഗിക്കുന്ന ഫോട്ടോയും വാർത്തയും ഒക്കെ കാണുന്നു. ഞാൻ അന്ന് വിചാരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജോലി പത്രപ്രവർത്തനമാണെന്ന്. അന്നേ ഉം. എനിക്ക് പത്രപ്രവർത്തനത്തെ പറ്റി ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗംഗേണ്ണനോട് അങ്ങനെ പറയാൻ കാരണം. ദിവ്യയിൽ വന്നു. ദിവ്യയിൽ വന്നൊരു 3-4 മാസം കഴിഞ്ഞിരിക്കും. ഉം. അപ്പൊ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് 10 മണിക്ക് ഞാൻ വരും. വേറെ പത്രാധിപ സമിതിയിലുള്ള ആരും കാണത്തില്ല. ചീഫ് എഡിറ്ററും മാനേജിംഗ് എഡിറ്ററും ഒക്കെ അവിടെ വന്നിരുന്ന് പത്രം വായിക്കും രാവിലെ. ഞാൻ 10 മണിക്ക് വരികയും ചെയ്യും. എന്റെ ജോലി ഏജന്റന്മാർ എഴുതി അയക്കുന്ന വാർത്ത, കവറിൽ അയക്കുന്ന വാർത്ത, അത് പൊട്ടിച്ച് അതെടുത്ത് അത് തെറ്റിദ്ധരിച്ച് വാർത്തയായിട്ട് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 10-100 കവർ കാണും. അതാണ് എന്റെ ജോലി. വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് പോകാം. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവിടെ ഇരുന്നപ്പോൾ ചീഫ് എഡിറ്റർ ഇരിപ്പുണ്ട്, കൊളംബിയർ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, വേറെ 2 അച്ഛന്മാരുണ്ട്, ഞാനും ഉണ്ട്. പ്രസ് ക്ലബിൽ നിന്ന് ഒരാള് വിളിച്ചേക്കുന്നു, പ്രസ് ക്ലബിലെ സെക്രട്ടറി വിളിച്ചേക്കുന്നു. കളക്ടർ പത്രസമ്മേളനം നടന്നു, അത്യാവശ്യമായിട്ട് ആരെങ്കിലും അയക്കണം. അവറാച്ചൻ ഇല്ല. അവറാച്ചൻ എന്ന് വെച്ചാൽ ദീപികയുടെ റിപ്പോർട്ടർ വന്നിട്ടുണ്ട്. അന്ന് അവധിയാണ്. അപ്പൊ നിർബന്ധമായിട്ട് വേണം. കാരണം അന്നത്തെ ഒരു പ്രത്യേകത, ഈ കോട്ടയത്തിൽ പത്രസമ്മേളനം നടത്തിയാൽ മനോരമയിൽ നിന്നും ദീപികയൊന്നും ആളില്ലെങ്കിൽ അവർ നടത്തത്തില്ല. കാരണം മാതൃഭൂമിയൊക്കെ അന്ന് കോഴിക്കോട്ട് നിന്നാ, കൊച്ചി എഡിഷൻ പോലും തുടങ്ങിയിട്ടില്ല. അപ്പം അവിടുത്തെ കളക്ടർക്ക് പത്രസമ്മേളനം നടത്താൻ വേണ്ടി ദീപിക നാളെ ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും പോയേ പറ്റൂ എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ കാണാൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ തന്നെ നേരിട്ട് ദീപികയെ കയറി വന്നേക്കുന്നു. ഞാൻ കാറുമായിട്ട് വന്നിരിക്കും, ആരെങ്കിലും വേണം. അപ്പം ആ ചീഫ് എഡിറ്റർ പറഞ്ഞു, കൊളംബിയർ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്, പിള്ളാച്ചൻ അങ്ങ് പോ. എനിക്കൊന്നും അറിയത്തില്ല, എന്താ പത്രസമ്മേളനം. പക്ഷെ മലയാള രാജ്യത്തിരുന്നപ്പം 1-2 എണ്ണത്തിന് ഞാൻ ഇങ്ങനെ കാണാൻ പോയിട്ടുണ്ട്. ഏതാണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു അക്ഷരം എഴുതിയിട്ടില്ല. 4 മാസേ ആയിട്ടുള്ളൂ യഥാർത്ഥ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട്. നിർബന്ധിച്ചപ്പോൾ ഞാൻ കൂടെ പോയി. ചെന്നപ്പോ കാണാൻ ജില്ലാ കളക്ടറുടെ കാറ് തന്നെയാ. അന്ന് ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് വേറെ കാറോ ടാക്സി പിടിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. ആ കാറിനകത്ത് കയറി ഞാൻ കളക്ടറേറ്റിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ രഘുനാഥൻ നായർ അങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഞാൻ ബാക്കിൽ കളക്ടറുടെ സീറ്റ് ഇരിക്കുന്നു. പോകുന്നിടത്ത് ട്രാഫിക് പോലീസ് എല്ലാം സല്യൂട്ട് ചെയ്യുക. എന്റെ തുടക്കം ഗംഭീരമായി. അവിടെ ചെന്നിറങ്ങി പത്രസമ്മേളനത്തിന് പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു, ഇവിടെ കൊടുത്തു, ഭംഗിയായിട്ട് എഴുതി. അങ്ങനെ ഞാനൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടറായി 4-ാമത്തെ മാസം മാറുകയാണ് ഉണ്ടായത്. അതൊക്കെ എന്റെ ജീവിതത്തിൽ സാധാരണ കിട്ടുന്ന ഒരു സംഭവമല്ല. അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഞാൻ സ്ഥിരമായി ഈ പരിപാടിയാണ് ചെയ്യുന്നത്. രാത്രിയിലാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ 75-ല് ഞാൻ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചത്, എന്റെ കല്യാണം ഞാൻ അവിടുത്തെ കോട്ടയത്ത് തന്നെ, കോട്ടയം CMS കോളേജിലെ 4 MA ഉള്ള പ്രൊഫസർ K പരമേശ്വരൻ പിള്ളയുടെ മകൾ കൃഷ്ണകുമാരിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പിൽക്കാലത്ത് ഹൈസ്കൂൾ അഡ്മിഷൻസ് ഒക്കെ ആയി. ആ കല്യാണം ഒക്കെ കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോഴ് ദീപി എന്നൊരു നിർബന്ധം. അവിടുത്തെ പിന്നെ നിയമസഭ തുടങ്ങുന്നു. അപ്പൊ ഒരാള് അസിസ്റ്റന്റ് ഉണ്ടായേ വെക്കൂ എന്നും പറഞ്ഞുകൊണ്ട് KC സെബാസ്റ്റ്യൻ, അന്നത്തെ അവിടുത്തെ പിന്നെ ചീഫാണ്. ഇങ്ങനെ ദീപികയിലെ സർവശക്തനാണ്, തിരുവനന്തപുരത്തെ സർവശക്തനാണ്. അദ്ദേഹത്തിന് പിൽക്കാലത്ത് രാജ്യസഭ മെമ്പറും ഒക്കെ. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോകാൻ പറഞ്ഞു. കല്യാണം കഴിച്ച അതിന്റെ ചൂടാറുന്നതിന് 6 മാസമേ ആയുള്ളൂ. എങ്കിലും പോകാനായിട്ട് തീരുമാനിച്ചു. അതിപ്പം ഞാൻ ഓർക്കുന്നു, 1975 ജൂൺ 24-ാം തീയതി വൈകുന്നേരം വേണാട് 6:10 വേണാട് എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ അവിടെ നേരത്തെ തന്നെ സെബാസ്റ്റ്യൻ ഇടപാട് ചെയ്തു. നിയമസഭയെ പിന്നെ ഹോസ്റ്റല്, MLA ഹോസ്റ്റലില് 21-ാമത്തെ മുറി പിന്നെ VT സെബാസ്റ്റ്യൻ, കേരള കോൺഗ്രസിലെ VT സെബാസ്റ്റ്യൻ
MLA മുറി എനിക്ക് ഇടപാട് ചെയ്തിട്ടുണ്ട്. അന്ന് നിയമസഭ നടക്കുന്ന സമയമല്ല, നിയമസഭ വരാൻ പോകുന്നേ ഉള്ളൂ, ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞേ വരും. അപ്പൊ ആ മുറി ചെന്ന് താമസിച്ചോളാൻ പറഞ്ഞ് വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 9:10 മണിയായപ്പോൾ ഹോസ്റ്റലിൽ ചെന്ന് താക്കോല് വാങ്ങിച്ചു. താക്കോല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ച് മുറി കയറി നിറഞ്ഞ് താഴെ ഇറങ്ങി ഗസ്റ്റ് രാത്രി ഇവിടെ കിടന്നുറങ്ങി. രാവിലെ കുളിച്ച് കുട്ടപ്പനായി ഒരു 9:30 ആയപ്പോ ഓഫീസിലേക്ക് കടന്നിരുന്നു, സ്റ്റാച്യു ജംഗ്ഷനിലെ ഓഫീസിലേക്ക്. ഈ സെബാസ്റ്റ്യൻ എന്നോട് വലിയ താല്പര്യവും സ്നേഹവും ഒക്കെയാണ്. 19 വയസ്സുണ്ട്. അങ്ങനെ പുള്ളി അവിടെ സർവാധിപതിയായിട്ട് ഒരു 2 നില ദീപിയുടെ കെട്ടിടത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുക. ഞാനും കൊണ്ട് ചെന്ന ഉടനെ പുള്ളി അവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഒരു ബനിയനും ഇട്ട് മുണ്ടും ഒരു യാതൊരു ഇതും ഇല്ലാതെ അവിടെ ഇരിക്കുക. എന്നെ കണ്ടപ്പോ ഒന്നും അടിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നെ നിർബന്ധിച്ച് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടുവന്ന ആള് എന്നെ കണ്ടിട്ട് മിണ്ടുന്നില്ലല്ലോ. ഞാനൊരു 5-6 മിനിറ്റ് വരെ അവിടെ നിന്നു. ആദ്യം കയറി ഇരിക്കുന്ന ഞാൻ പയ്യനാ, ഇരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. പുള്ളി കൈ കാണിച്ച് ഇരിക്കാൻ പറഞ്ഞു. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ദുഃഖത്തോട് പറഞ്ഞ് എല്ലാം തീർന്നു, പത്രപ്രവർത്തനം തീർന്നു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്നാ പുള്ളിയാ പിന്നെ പറയുന്നത് എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നു. എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എമർജൻസി എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല, ആർക്കും അറിയാത്തൊരവസ്ഥയാ. അങ്ങനെ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നു. സെൻസർഷിപ്പ്, പ്രസ് സെൻസർഷിപ്പ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ആർക്കും വാർത്ത കൊടുക്കാൻ കഴിയില്ല. ദീപിക ഉൾപ്പെടെയുള്ള ഒരു പത്രവും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാനും ഞെട്ടിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ദീപിക വന്നു, കാണുകയൊക്കെ ചെയ്തു. ദീപികയുടെ അകത്ത പേജ് എഡിറ്റോറിയൽ എഴുതാതെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഒരു കറുത്ത ബോർഡറിൽ ഇട്ടിരിക്കുകയാണ്. ചരമപ്പെട്ടി അല്ലെങ്കിൽ ശവപ്പെട്ടി പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു പ്രതിഷേധ സൂചകമായി. അങ്ങനെയാണ് അടിയന്തരാവസ്ഥയിൽ ഞാൻ രാത്രി അറിഞ്ഞില്ല, രാവിലെ ചെന്നാണ് അറിയുന്നത്. എന്റെ തിരുവനന്തപുരത്തേക്കുള്ള പ്രവേശനം ഏതാണ്ട് ബന്ദ് പോലെ ആയിപ്പോയി എന്നുള്ളതും ഞാനിവിടെ ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ചയോ 2 ആഴ്ചയോ കണ്ട് കഴിഞ്ഞിട്ട് നിയമസഭ ആരംഭിച്ചു. നിയമസഭ ഞാനും കേസ് വാസികളാണ് പോകുന്നത്. അവിടെ ചെന്ന് വിചാരിച്ചു ഭയങ്കര അടി, വലിയ ബഹളം. അന്ന് നിയമസഭയിൽ 2 പ്രധാനപ്പെട്ട ആളുകളുണ്ടായിരുന്നു, MV രാഘവനും BBC വാര്യരും. 2 പേരും കരിങ്കാരി കരുണാകര ഇല്ലാത്ത ചീത്തയൊക്കെ വിളിക്കുക. അടിയന്തരാവസ്ഥയായാലും അതിനൊന്നും യാതൊരു കൺട്രോളും ഇല്ല. എല്ലാം അവസാനമായി വേണ്ടതൊക്കെ എഴുതി ഞങ്ങൾ ഓഫീസിൽ ചെന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഓപ്പറേറ്റർ ഉണ്ട്, അയാള് ടെലിഫോണിലൂടെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ആയപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു, നിങ്ങൾ ഒന്നും എഴുതണമെന്നില്ല, എല്ലാം ഇവിടുന്ന് കിട്ടും. വൈകുന്നേരം ആയപ്പോൾ ഒരു 4 വരി നിയമസഭ കൂടി ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് 4 വരി വന്നു. പിന്നെ നിയമസഭ പിന്നോട്ട് ചുമ്മാ പോയി ഇരുന്നാ മതി, നമ്മളൊന്നും എഴുതണ്ട, കാണണ്ട, കുത്തിക്കുറിച്ചോണ്ടിരിക്കാം, പടം വരച്ചോണ്ടിരിക്കാം. അവിടുത്തെ വാടാപോടാ വിളിയും അവിടുത്തെ എല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കുക, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. അവര് പബ്ലിക് റിലേഷൻകാർ വൈകുന്നേരം ആകുമ്പോൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കും. ഈ രീതിയിൽ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ നിയമസഭയുടെ കാലത്ത് ഒന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ആരൊരാളെ നടു റോഡിലിട്ട് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ പോലും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അവളെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മകള് 21 വയസ്സ് PSC വിദ്യാർത്ഥി നിര്യാതയായി, അല്ലാതെ ഒന്നും കൊടുക്കാം. ഒരാളെ കുത്തിക്കൊന്നാലും കൊടുക്കാൻ കഴിയില്ല. എല്ലാം ബഹിഷ്കരണമാണ്, എല്ലാം തമസ്കരണമാണ്. അങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് പത്രപ്രവർത്തകർ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഉദയയിലെ അപ്പച്ചൻ, അതായത് ഉദയ സ്റ്റുഡിയോയിലെ അപ്പച്ചൻ അവിടെ DB ഓഫീസിൽ വന്നു. KC സുഭാഷിന്റെ വലിയ സുഹൃത്താ. KC സുഭാഷൻ അതിനിടയ്ക്ക് ഒരു ചികിത്സയ്ക്കായി കോട്ടയ്ക്കലും പോയി. അപ്പൊ ഈ അപ്പച്ചൻ വന്ന് അന്ന് വരുന്ന പോലെ അവിടെ വരുവാൻ, നേരത്തെ സെബാസ്റ്റ്യനെ കാണാൻ വരുമായിരുന്നു. സെബാസ്റ്റ്യൻ ഇല്ലാത്തപ്പോഴും തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ DB വരും. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം കുഴപ്പമായി കുട്ടനാട്ടുകാര്, അവിടുത്തെ താറാവെല്ലാം ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കാതോ. ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ, നല്ലൊരു സാധനം കിട്ടിയല്ലോ, ഒരു ബൈലൈൻ കിട്ടിയിട്ട്, ബൈലൈൻ എന്ന് വെച്ചാൽ ലേഖന്റെ പേര് ഒന്ന് എഴുതി കണ്ടിട്ട് കൊതിയാണെന്നല്ലോ എന്ന് വിചാരിച്ച്
ഞാൻ വളരെ കാര്യമായിട്ട് ഒരു വാർത്ത എഴുതി. കുട്ടനാട്ടിൽ താറാവുകൾ ചത്തൊടുങ്ങുന്നു, മാടവര ബാലകൃഷ്ണപിള്ള എന്നെഴുതി കോട്ടയത്തേക്ക് അയച്ചു. കോട്ടയത്ത് പിറ്റേന്ന് 1-ാം പേജിൽ ഭയങ്കരമായിട്ട് അച്ചടിച്ചു വന്നു. നേരം വെളുത്തുകയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ ഓഫീസർ എന്നെ വിളിച്ചു പറഞ്ഞു, എന്തോ ഈ കാണിച്ചേക്കുന്നത്, കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പം കാണാം, പിന്നെ കുരുവിള എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻസർ, തിരുവനന്തപുരത്തുള്ള ആള്, അങ്ങേര് വിളിക്കുന്നു, എന്താ ഈ കാണിച്ചു വെച്ചത്, കൊടുത്തത് സെറ്റായി പോയി. ഭയങ്കര ചാട്ടം, അങ്ങ് ഭീഷണിപ്പെടുത്തുക. അത് കാരണം ഈ ഉദ്യോഗസ്ഥർ അവര് വിചാരിച്ചു ഇതേണ്ട ഇന്ദിരാഗാന്ധിയുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ കരുണാകരന്റെ കുഴപ്പം കൊണ്ടോ ആണ് ചാറാവുകൾ ചത്തൊടുങ്ങുന്നത് എന്ന് റോയൽ ലാൻഡ് കിങ്ങായ ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ ധരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്. അതുപോലെ അക്കാലത്ത് ഒന്നും കൊടുക്കാൻ കഴിയുമായിരുന്നില്ല, കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ഒരു റിലാക്സ്ഡ് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ AKG EMS ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ആരും ജയിലിൽ അടച്ച കാര്യമൊന്നും വാർത്ത വന്നിട്ടില്ല. അവസാനം അവരെ പിന്നെ റിലീസ് ചെയ്തു, പുറത്തുവിട്ടു. അന്നേരം ഒരു വിശദമായ പത്രസമ്മേളനം, എനിക്കൊന്ന് 2.5 മണിക്കൂർ എടുത്തു. AKG EMS കൂടെ അവിടുത്തെ കഥകളും എല്ലാം പറഞ്ഞു. ഞങ്ങൾ റിലാക്സ്ഡ് അടിയന്തരാവസ്ഥയാണല്ലോ, അയവ് വന്ന അടിയന്തരാവസ്ഥ. അപ്പൊ ഞങ്ങൾ ഭംഗിയായിട്ട് എഴുതി കൊടുത്തു. രാത്രി ആയപ്പോ കാണാൻ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചു, വാർത്ത ഞങ്ങൾ തരാമെന്ന്. അവസാനമായി അടിച്ചു കൊടുത്ത എല്ലാം വേണ്ടെന്ന് സ്റ്റോപ്പ് പറഞ്ഞിട്ട് അവസാനം അതിനകത്ത് ഇത്രയാണ്, മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളായ EMSനെ AKGയും ജയിൽ വിമുക്തരായി. അപ്പോഴാ സാധാരണ ജനങ്ങള് അവര് ജയിലിലായിരുന്നു എന്നറിയുന്നത്. ഈ അല്ലാതെ ഉള്ള കമ്പിയില്ല കമ്പി ഒഴിയ ആളുകൾ അറിഞ്ഞിരുന്നു. ഇതായിരുന്നു വാർത്തയുടെ രീതി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ, ഒരു മെയ് 1-ാം തീയതി ലോക തൊഴിലാളി ദിനത്തില് മുഖ്യമന്ത്രിയായ അന്ന് മുഖ്യമന്ത്രി അച്യുതമേനോനും ആഭ്യന്തരമന്ത്രി കരുണാകരനും, കരുണാകരനെ അറിയുന്ന മന്ത്രി മുഖ്യൻ എന്നാണ്. അപ്പം അന്ന് VJT ഹാളിൽ മെയ് ദിനത്തിന്റെ അന്ന് ഒരു സമ്മേളനം നടന്നു. അപ്പൊ ഞങ്ങളെല്ലാം വിചാരിച്ച് ഭംഗിയായിട്ട് എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യാം, കാരണം മുഖ്യമന്ത്രി മെയ് ദിനം അവിടെ ചെന്ന് കുത്തിയിരുന്ന് എല്ലാം എഴുതി ഭംഗിയായിട്ടൊരു 1.5 പേജ് എഴുതി അങ്ങോട്ട് അങ്ങ് അയച്ചു കൊടുത്തു. ടൈപ്പ് ചെയ്ത് അവിടെ എല്ലാം കമ്പോസ് ചെയ്തു. രാത്രി 9 ആയപ്പം അവിടുന്ന് ഒരു മെസ്സേജ്, മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇപ്പോൾ ഞങ്ങൾ കൊടുത്തയക്കും. ആകെ 2 പേര്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് VJT ഹാളിൽ നടന്ന സമ്മേളനം അച്യുതമേനോൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരൊക്കെ പ്രസംഗിച്ചു എന്നുള്ളത് മാത്രം. ഈ രീതിയിലുള്ള സംഭവമായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലത്ത് പത്രപ്രവർത്തകര് നേരിട്ട സംഭവങ്ങളൊന്ന്. പിന്നെ ഞാൻ DVAയിലോട്ട് പോയി. പിന്നെ അങ്ങ് തിരുവനന്തപുരത്ത് വന്നു, കോട്ടയത്ത് വന്നു. അവിടെ ചീഫ് റിപ്പോർട്ടറായിട്ട് പിന്നെ ഞാൻ റിപ്പോർട്ടറായിരുന്നു. അക്കാലത്ത് എന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് വേണം. അപ്പൊ അക്കാലത്ത് ഞാൻ എഴുതിയ ഒരുപാട് എക്സ്ക്ലൂസീവ് ഉണ്ട്. ആദ്യം തുടക്കം എനിക്ക് തോന്നുന്നു കോട്ടയത്ത് അയർക്കുന്നത്ത് കൊങ്ങാണ്ടൂരില് ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടൊക്കെ റിപ്പോർട്ട് വന്നു. ജിയോളജിക്കൽ സർവേ നാള് വന്നു, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആള് വന്നു. പക്ഷെ അവസാനം വന്നപ്പോ ഈ വ്യാവസായികമായിട്ടത് ഖനനം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അതുപോലെ തന്നെ പല സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂപ്പ് എന്ന് പറയുന്നത്, DVAയിൽ ഇരിക്കുമ്പോൾ UR അനന്തമൂർത്തി വൈസ് ചാൻസലറാക്കും എന്ന് ഞാൻ DVAയിൽ കൊടുത്തു. അത് ഡൽഹിയിൽ ബാംഗ്ലൂരിൽ ഞാനൊരു ലയൺസിന്റെ സമ്മേളനത്തിൽ, ഞാൻ ലയൺസിന്റെ ഡെപ്യൂട്ടി ഗവർണറായിരുന്നു. അന്ന് ഞാൻ സമ്മേളനത്തിന് പോയപ്പം അവിടുത്തെ ഒരാൾ പറഞ്ഞാണ്, അയാൾ ആ യൂണിവേഴ്സിറ്റിയിലെ മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ നിങ്ങളുടെ നാട്ടിലേക്ക് വൈസ് ചാൻസലർ വരുന്നത് UR അനന്തമൂർത്തി. UR അനന്തമൂർത്തി അന്ന് ജ്ഞാനപീഠ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. അത്രേ എനിക്കറിയാവൂ. ഇത് കേട്ട ഉടനെ എന്റെ തലയിൽ ഏതാണ്ട് വെട്ടമൊഴിച്ചു. കാരണം കുറെ നാളായിട്ട് ആരായിരിക്കും AT ദേവസ്യ ആദ്യത്തെ വൈസ് ചാൻസലർ ആയതിനു ശേഷം MG യൂണിവേഴ്സിറ്റിയിൽ ആരായിരിക്കും എന്നുള്ള ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ ഇങ്ങനൊരു ഒരു ലഡു എന്റെ കയ്യിലോട്ട് കെട്ടുന്നത്. പിന്നെ ഒരു ദിവസം കൂടെ ഉണ്ട്. ഞാൻ അവിടെ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ ക്ലബിൽ നിന്ന് 10-25 പേര് ഒന്നിച്ചാ പോയെ. എനിക്ക് അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് വണ്ടി കയറി കോട്ടയത്ത് വന്നു. DVAയില് ഈ വാർത്ത കൊടുത്തു, UR അനന്തമൂർത്തി വൈസ് ചാൻസലർ. പിന്നെ ഈ ഊയിന്നൊക്കെ അനന്തമൂർത്തിയുടെ വിവരങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഫോട്ടോ ഒക്കെ സംഘടിപ്പിച്ച് കൊടുത്തു. പിറ്റേന്ന് ഭയങ്കര വാർത്തയായി. നിയമസഭ നടക്കുക. അന്ന്
ചന്ദ്രശേഖരാണ് വിദ്യാഭ്യാസ മന്ത്രി. ഇടതുപക്ഷത്തിന്റെ മന്ത്രിസഭയാ, നയനാരാണ്. അപ്പൊ അവിടെ നമ്മുടെ ആളുകളൊക്കെ പ്രസംഗിച്ചു, ഇംഗ്ലീഷ് പോലും അറിയാത്ത ഒരാളെ കൊണ്ടൊന്ന് വൈസ് ചാൻസലർ ആക്കാൻ പോവുകയാണെന്ന്. ഇംഗ്ലീഷ് പോലും അറിയാത്ത ഇംഗ്ലീഷ് പ്രൊഫസറാണ്, അതൊന്നും ആളുകൾ അറിയുന്നില്ല. എന്തായാലും വൈകുന്നേരം ആയപ്പോ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ബ്യൂറോ എന്ന് പറഞ്ഞ അനന്തമൂർത്തിയെ ആക്കില്ല. അപ്പം DVAയില് ചീഫ് എഡിറ്റർ വിളിച്ചു പറഞ്ഞാൽ ഇത് ഇന്ന് നമ്മൾ ആക്കുമെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു, നാളെ ആക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാ കൊടുക്കുക? ഞാൻ പറഞ്ഞു എന്റെ അറിവനുസരിച്ച് ആക്കുമെന്നുള്ളതാണ്, അത് തിരുത്തു കൊടുക്കരുത് എന്ന് ഞാനൊന്ന് അഭ്യർത്ഥിച്ചു. എനിക്കന്ന് രാത്രി ഉറക്കം വന്നില്ല. നേരം വെളുത്ത് 5 മണിയായപ്പോ ഞാൻ DVAയുടെ, എന്റെ വീടിനടുത്താ അന്ന് ഞാൻ അടുത്താ താമസിക്കുന്നത്, അവിടെ ചെന്ന് DVA നോക്കിയപ്പം ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ രക്ഷപ്പെട്ടു. പിറ്റേന്ന് പാനലായി, അതിനകത്ത് അനന്തമൂർത്തിയുടെ പേരുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേന്ന് വൈസ് ചാൻസലറായിട്ട് പ്രഖ്യാപിച്ചു. രസം അതല്ല, വൈസ് ചാൻസലറായ അനന്തമൂർത്തി വന്നിട്ട് ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് PROയും കൂട്ടി ആദ്യം DVA വന്ന് എന്നെ കണ്ട് പരിചയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ അതെന്റെ ചെയ്യുന്നത്, പുള്ളി എവിടെ പിന്നെ മീറ്റിംഗ് കണ്ടാലും ദിസ് മാൻ മെയ്ഡ് മീ ദ വൈസ് ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി എന്ന് പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ മുല്ലപ്പെരിയാർ വെള്ളം ചോർത്തിയ, തമിഴ്നാട് ചോർത്തുന്ന സംഭവം ഞാനാണ് അന്ന് വാർത്തയായിട്ട് എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തത്. അക്കാലത്ത് എന്നെ എക്സ്ക്ലൂസീവ് മാടവൻ എന്ന് പോലും വിളിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ പിന്നെ പല എനിക്ക് നഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രയാസം ഉണ്ടായ 1-2 മിസ്സിംഗ് ഉണ്ടായിരുന്നു വാർത്ത എക്സ്ക്ലൂസീവ്. ഒന്ന്, ഈ 84 മറ്റോ ആണെന്ന് തോന്നുന്നു, R ബാലകൃഷ്ണപിള്ള എന്റെ ബന്ധുവാണ്, അദ്ദേഹം മന്ത്രിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പം അദ്ദേഹം തലേന്ന് ഡൽഹിയിൽ നിന്ന് വന്നേ ഉള്ളൂ. കാണാൻ പോയതും പ്രധാനമന്ത്രിയെ കാണാനാ പോയത്. കണ്ടിട്ട് വന്ന കൂട്ടത്തിൽ പുള്ളി ഇങ്ങനെ കാപ്പി കുടിച്ചോണ്ട് പറഞ്ഞു, മാർപ്പാപ്പ ഇന്ത്യയിൽ വരാൻ പോവാന്ന് പറഞ്ഞു, കേരളത്തിൽ വരുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അത് ഇന്നലെ ഇന്ദിരാഗാന്ധി കണ്ടപ്പോ ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത് ഭയങ്കര വാർത്തയാണല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. വാർത്തയല്ല, വലിയ സംഭവമാണല്ലോ എന്ന് പറഞ്ഞു. വാർത്തയെന്നുള്ള എനിക്ക് തോന്നിയില്ല. ഞാൻ വന്ന് സഭാഷനോട് പറഞ്ഞു, കെ സഭാഷനോട് പറഞ്ഞു, ഇങ്ങനെ കാര്യം ബാലകൃഷ്ണപിള്ള പറഞ്ഞു എന്നുള്ളത്. പുള്ളി ബാലകൃഷ്ണനോടൊന്നും ചോദിച്ചൊന്നുമില്ല, മിണ്ടിയില്ല. പിറ്റേന്ന് പത്രത്തിൽ നോക്കി വേണം DVA ഏറ്റവും ഇത്രയും വലുതായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, അത്രയും രീതിയിൽ വന്നേക്കുന്നു, മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നു. ഇതൊരു വാർത്തയായിരുന്നു, ഇന്റർനാഷണൽ സ്കൂപ്പായിരുന്നു. ഏഷ്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂപ്പായിരുന്നു. കാരണം 10-20 വർഷത്തിന് ശേഷം, 10-20 വർഷം മുമ്പ് മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നു. എന്തായാലും 86-ൽ മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നു. അന്ന് ഞാൻ കൊടുക്കാതിരുന്ന, എനിക്ക് അങ്ങനെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, എന്താവും എന്നുള്ള ആ ഒരു ബോധമില്ലാത്തതുകൊണ്ടായിരിക്കും. രണ്ടാമത് എനിക്ക് മിസ്സായത് ഏറ്റവും വലിയ കാര്യം, ഈ രാധ എന്ന് പറയുന്ന ഒരു ഓട്ടക്കാരിയുണ്ട്, കറുത്തിരുണ്ട കനക കൊയ്ത്ത്, ഫാത്തിമ കോളേജിലെ ഏറ്റവും വലിയ സ്പ്രിന്ററാണിയായിരുന്നു, ഓട്ടക്കാരിയായിരുന്നു. ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയാണ് എന്ന് മാത്രമല്ല, ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നു ഈ പറയുന്ന സമയത്ത്. രാധയ്ക്ക് ഒരു ഓപ്പറേഷൻ നടത്തി, അത് GV വിവേകാനന്ദനാണ് എന്നോട് പറഞ്ഞത്. പുള്ളി സ്ഥിരമായിട്ട് DVAയിൽ പലപ്പോഴും വൈകുന്നേരം വരുന്ന ആളാ. പുള്ളി പറഞ്ഞു, ഞാൻ ആശുപത്രിയിലായിരുന്നു, രാധ ആൺകുട്ടിയായി, ഒരു ആൺകുട്ടിയായി മാറിയെന്ന് പറഞ്ഞു. എനിക്കൊരു സങ്കടം തോന്നി, ഇത് വല്ലവരും അറിഞ്ഞാൽ മോശമല്ലേ, അത് വാർത്തയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പഠിക്കുന്ന കോളേജിലെ അവിടുത്തെ ഏറ്റവും വലിയ അഭിമാനമായ രാധ ആണായെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ നാണക്കേടല്ലേ എന്ന് വെച്ചാൽ ഞാനൊന്നും വേണ്ടിയില്ല. ഞാൻ പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങള് പ്രസ് റൂമിൽ നിന്ന് കാപ്പി കുടിക്കാനായിട്ട് തൊട്ടടുത്തുള്ള അതിന് മുമ്പിലുള്ള അരുൾ ജ്യോതി എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് പോയി. അന്ന് മനോരമയിലെ റിപ്പോർട്ടറായ വിജയകുമാറും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കൂട്ടത്തിൽ ഞാൻ ദുഃഖത്തോടു കൂടി പറഞ്ഞു, പിന്നെ ഫാത്തിമയിലെ രാധ അങ്ങനെ ആണായി മാറി എന്നൊക്കെ പറഞ്ഞ് ദുഃഖത്തോടെ. പുള്ളി കാപ്പ് കുടിച്ച് മൊത്തം കഴിച്ചെങ്കിലും എനിക്ക് അയ്യോ അത്യാവശ്യമായിട്ട് ആഫീസിൽ പോകണമെന്ന് പറഞ്ഞാൽ ഉള്ളിയും കറയും. പിറ്റേന്ന് നോക്കിയപ്പോൾ കാണാൻ രാധയുടെ ഫോട്ടോയൊക്കെ വെച്ച് രാധാകൃഷ്ണനായെന്ന് പറഞ്ഞുള്ള വാർത്ത വന്നു. മറ്റൊരു കാര്യം, അപ്പൊ അത് ഞാൻ എന്റെ ഒരു നമുക്ക് സിമ്പതി അല്ലെങ്കിൽ ഇമോഷൻ ഒന്നും പാടില്ല. ഇങ്ങനെ സ്വന്തം എന്റേതെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മണ്ടത്തരമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുന്നത്. അടുത്തൊരെണ്ണം പറയുന്നത് സുകുമാരക്കുറുപ്പിന്റെ റിപ്പോർട്ട് ചെയ്യാൻ ഞാനന്ന് പോയ അമേരിക്കയിലെ. അവിടെ പോയപ്പോൾ ഹരിദാസ് എന്ന് പറഞ്ഞ DYSP അവസാനം പറഞ്ഞു, ഇതിഞ്ഞിരി പിന്നെ സുകുമാരക്കുറുപ്പാണോ എന്ന് എങ്ങനെ അറിയാം. അവസാനം ഞാനിഞ്ഞ് പോരുന്നു,
ഞാൻ അത് പറഞ്ഞ ആ ചോദ്യം അയാൾ ചുമ്മാ വഹിച്ചെങ്കിലും അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല. എന്റെ മണ്ടയിൽ അന്നേരം വെളിച്ചം ഉദിച്ചില്ല. പിറ്റേന്ന് മനോരമയെ നോക്കിയപ്പോൾ കാണാം അതിനകത്ത് വന്നേക്കുന്നു പിന്നെ സുകുമാരക്കുറുപ്പാണോ എന്നൊരു ചോദ്യം. അങ്ങനെ ഒരു മണ്ടത്തരം എനിക്ക് പറ്റി. ഇതാണ് പത്രപ്രവർത്തനത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. ഈ കോട്ടയത്ത് ഏറ്റവും അഭിമാനകരമായ ഒരു സംഭവം എനിക്ക് പറയാവുന്നത്, 4 ജേർണലിസ്റ്റ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ 4ന്റെയും തുടക്കക്കാരനാകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ ഒരു ക്രമത്തിൽ ആകുമ്പോഴത്തേക്ക് സാറ് ദീപികയുടെ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു, ബ്യൂറോയെ പറഞ്ഞു. സാറ് ദീപിക 91-ലോ 92-ലോ ആണ് വിട്ടതല്ലേ? അത് ഞാൻ പറയാം. അങ്ങനെ ദീപികയില് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ തുടങ്ങട്ടോ? അതെ, പറയാം. ഞാൻ ദീപികയിൽ ഇരിക്കുമ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം, ദീപികയില് 75-ലാണ് ഇരിക്കുമ്പോഴാണ് ഞാൻ എന്റെ കോളം ആരംഭിക്കുന്നത് മംഗളത്തില്. ആ മംഗളത്തിൽ കോളം ആരംഭിച്ച് തിരക്കലിൽ എന്ന് പറഞ്ഞ കോളമായിരുന്നു. അന്ന് മംഗളത്തിന് വലിയ കോപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല, പത്രമൊന്നും തുടങ്ങിയിരുന്നില്ല. പക്ഷെ അതങ്ങ് വളരെ വർദ്ധിച്ചു. ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മംഗളത്തിന്റെ കോപ്പികൾ ലക്ഷങ്ങളായി. 10-15 ലക്ഷം കോപ്പികളെ 4-5 വർഷത്തിനുള്ളിൽ അങ്ങ് വർദ്ധിച്ചു. എന്റെ മംഗളം വാരിക അല്ലേ? മംഗളം വാരികയില് തിരക്കലിൽ അത് പോയോ? ഇല്ല, പറഞ്ഞോളൂ. ഞാൻ തുടങ്ങട്ടോ? പറഞ്ഞോളൂ. ഞാന് മംഗളം വാരികയില് തരക്കരയിൽ എന്ന് പറയുന്ന പങ്ക്തി ആരംഭിച്ചു 1975. ചെറിയ രൂപത്തിലായിരുന്നു മംഗളം. ഈ വാരിക മാത്രമേ ഉള്ളൂ. ആ വാരികയില് തിരക്കിനിടയിൽ എന്ന് പറഞ്ഞ പങ്ക്തി എല്ലാ വ്യാഴാഴ്ചയും നടക്കും. അതിന്റെ ഒരു ഫോട്ടോയും ഒക്കെ വെച്ച് ഇങ്ങനെ പൂളും പിടിച്ചോണ്ടിരിക്കുന്ന പങ്ക്തി. അത് പതുക്കെ ക്രമേണ അതങ്ങോട്ട് പോപ്പുലർ ആകാൻ തുടങ്ങി എന്റെ കോളം. അതോടനുസരിച്ച് മറ്റ് പങ്ക്തി മറ്റ് വായിക്കാനുള്ള മാർഗം എല്ലാം കൂടെ വെച്ച് സമൂഹം മറ്റു പരിപാടി എല്ലാം വെച്ച് വീക്കിലി വർദ്ധിക്കാൻ തുടങ്ങി. ഏതാനും വർഷം കൊണ്ട് ലക്ഷങ്ങൾ ആയി. ഒരു 2-3 വർഷം ആയപ്പോഴത്തേക്ക് ആളുകള് എന്റെ കോളത്തെ പിന്നെ ആ കോളത്തിന് അനുകരിച്ചുകൊണ്ട് കേരളത്തിലെ മിക്ക പത്രങ്ങളിലും വാരികകളിലും കോളങ്ങൾ ആരംഭിച്ചു. എന്ന് മാത്രമല്ല, എന്റെ കോളത്തിൽ തിരക്കിന് ഇടയിൽ എന്നുള്ള ആ ഇടയിൽ ചേർത്തായിരുന്നു കോളങ്ങളുടെ എല്ലാ പേരും. സഞ്ചാരത്തിനിടയിൽ, വായനയ്ക്കിടയിൽ, വാർത്തയ്ക്കിടയിൽ, പുസ്തകങ്ങൾക്കിടയിൽ, പിന്നെ എല്ലാ ഇടയിൽ ചേർത്ത് കോളങ്ങൾ ആരംഭിച്ചു. 1-2 വർഷം കൊണ്ട് അതെല്ലാം തീർന്നു. പക്ഷെ എന്റെ ഈ കോളം തിരക്കിനിടയിൽ എന്ന് പറഞ്ഞ കോളം 10-15 വർഷം ഞാൻ ദീപികയിൽ എഴുതി. അപ്പൊ മാനേജ്മെന്റ് അല്പം വിഷമമുണ്ടായി. മാനേജ്മെന്റ് അവിടുന്ന് എന്റെ അത് എഴുതാൻ പാടില്ലെന്ന് വെച്ചു. ഞാനത് ദുഃഖത്തോടെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ആ കോളം ഞാൻ ദീപികയിൽ ആരംഭിച്ചു, ദീപിക പത്രത്തിൽ തെറ്റും തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ദീപികയിൽ ഇരിക്കുമ്പം തന്നെ കുറെ കൂടെ കഴിഞ്ഞപ്പം ഞാനൊരു ആദ്യമായിട്ട് മംഗളത്തിലെ MC വർഗീസിനെ ദൂരദർശനിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. അന്ന് വേറെ ഒരു ചാനലും ഇല്ല, വളരെ വ്യൂവർഷിപ്പ് ഉള്ള പരിപാടിയാണ്. MC വർഗീസിനെ അന്ന് പത്രവും ഇല്ല മംഗളത്തിന്. ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ മാനേജിംഗ് എഡിറ്ററോടെ ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. അച്ഛന്മാരായിരുന്നു അന്ന്. ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ അത് പ്രക്ഷേപണം ചെയ്തത്. അപ്പോഴേക്കും ദീപികയുടെ കമ്പനി ഒരു കമ്പനിയായി മാറുകയും അച്ഛന്മാര് മാറുകയും ഒക്കെ ചെയ്തു. അപ്പൊ പുതിയതായിട്ട് വന്ന ആ മാനേജ്മെന്റിന് ആരാണ്ട് അവിടുത്തെ ഉള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫിൽ ആരാണ്ട് ഒന്ന് പരാതി കൊടുത്തു, ഞാൻ അങ്ങനെ മംഗളം വർഗീസിന് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ പള്ളി പറഞ്ഞു, ഒരു ഇച്ചിരി വിഷമല്ല, അല്പം ഒരു വിഷമത്തിൽ സംസാരിച്ചു. അതെനിക്ക് സഹിച്ചില്ല. ഞാൻ അങ്ങ് രാജിവെച്ചു കഴിഞ്ഞപ്പോഴേക്കും മംഗളംകാര് വന്ന് KM റോയിയും MC വർഗീസിനോട് പറഞ്ഞു ഞാൻ മംഗളത്തിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മംഗളത്തില് മുഴുവൻ ചുമതലയുള്ള റെസിഡന്റ് എഡിറ്ററായിട്ട് 2 പത്രവും, കോഴിക്കോട് എഡിഷന്റെയും ഇവിടുത്തെയും എല്ലാത്തിന്റെയും കൂടെ ചുമതലയായിട്ട് ഞാനൊരു 3 വർഷക്കാലം അവിടെ ഇരുന്നു. ഏത് വർഷമായിരുന്നു അത്? 93 മുതൽ 96 വരെ. 96 വരെയായിരുന്നു. അപ്പൊ അവിടെ ഇരുന്ന കാലത്തും ഞാൻ 1-2 എക്സ്ക്ലൂസീവ് എഴുതിയിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോഴാണ്
ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഈ PSCയുടെ പ്രായം 35 ഉയർത്താൻ പോകുന്നു എന്ന് ഞാനാണ് കൊടുത്തത്. അന്ന് AK ആന്റണി ആയിരുന്നു. സത്യം പറഞ്ഞാൽ AK ആന്റണിയുടെ നേരത്തെ ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ കിടക്കുമല്ലേ, ഒന്ന് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. അന്ന് വരെ 30 ആയിരുന്നു. അത് നല്ലതാ, ശരിയാ. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ മുഖ്യമന്ത്രിക്ക് തന്നെ നല്ലതായിരിക്കും എന്നൊക്കെ. എന്നാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ അത് വെച്ചുകൊണ്ട് ഞാനങ്ങ് തട്ടി അങ്ങനെ 35 വാർത്തയും ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുത്തത്. അപ്പൊ അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ മംഗളത്തിൽ ചേർന്നു. മംഗളത്തിൽ ചേർന്നപ്പോൾ ഉള്ള ഒരു ഒരു ഒന്ന് രണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ, മംഗളത്തിൽ വെച്ചാണ് ഭാരതീയ വിദ്യാഭവൻ പിന്നെ അവിടെ ഒരു ക്ലാസ് ആരംഭിച്ചു. അവിടെ ക്ലാസ് എടുക്കാൻ പോവുകയൊക്കെ ചെയ്ത് പത്രപ്രവർത്തനത്തെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ കോട്ടയത്തെ 4 ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് ഇന്ന്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും തുടക്കക്കാരനാകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ ആദ്യം കോട്ടയം പ്രസ് ക്ലബില് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിച്ചു. ഈ പിന്നെ ഏപ്രിൽ മെയ് 2 മാസം ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഡിഗ്രി എഴുതി നിൽക്കുന്ന ആളുകൾക്ക് 2 മാസത്തെ ഒരു കോഴ്സ് കോട്ടയം പ്രസ് ക്ലബിൽ ആരംഭിച്ചു. അത് ആദ്യമായിട്ട് ആരംഭിച്ചത് ഞാൻ ആണ് അതിന്റെ കോഴ്സ് ഡയറക്ടർ ആയത്. അതാണ് പിൽക്കാലത്ത് പ്രസ് ക്ലബിലെ ജേർണലിസം സ്കൂളായിട്ട് മാറിയത്. ഒന്നത്. അങ്ങനെ അവിടെ തന്നെ ഇരിക്കുന്ന സമയത്ത് ദീപിയെ തന്നെ ഉണ്ടായിരുന്നപ്പോഴാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. മംഗളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഭാരതീയ വിദ്യാഭവനിലെ ബോംബെയിലെ പ്രിൻസിപ്പൽ ആയിരിക്കുകയും ജേർണലിസം കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുകയും ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രപ്രവർത്തകനായിരിക്കുകയും ഒക്കെ ചെയ്ത പ്രശസ്തനായ ഒരു ജോസഫ് ജോൺ ഉണ്ട്. ഇവിടെ കേരളത്തിലെ പ്രസിദ്ധനായിരുന്ന KC ജോൺ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ KC ജോണിന്റെ ചേട്ടൻ. എന്ന് മാത്രമല്ല കേന്ദ്രമന്ത്രിയായിരുന്ന MJ അക്ബറിന്റെ അമ്മായി അച്ഛൻ, ഫാദറിലെയാണ് ഈ ജോസഫ് ജോൺ. ജോസഫ് ജോൺ റിട്ടയർ ചെയ്തിട്ട് കോട്ടയത്ത് വന്നു. ഒരു രൂപയൊക്കെ ഇട്ട് അന്നൊരു 70 വയസ്സുണ്ട്. ഇങ്ങനെ നടത്തിയ ഓരോ പത്രാഫീസിലൊക്കെ കയറി ചെല്ലും. ഈ പുള്ളി ഫ്രണ്ട്സ് ഓഫ് ട്രീ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. പ്രകൃതി സ്നേഹം. ആരും വാർത്ത കൊടുക്കത്തില്ല. പക്ഷെ എന്തുകൊണ്ടോ എനിക്കൊരു ഇഷ്ടം തോന്നി. അദ്ദേഹം കൊണ്ടുവരുന്ന വല്ലപ്പോഴും ഒക്കെ വാർത്ത ഞാൻ കൊടുക്കും. അദ്ദേഹം ആരാണെന്ന് പോലും എന്നോട് പരിചയപ്പെടുത്തിയിട്ടില്ല. വെറും ജോസഫ് ജോൺ. അങ്ങനെ ഞങ്ങൾ അടുപ്പമായപ്പോഴാണ് പുള്ളി പറയുന്നത് കാര്യം ഇതൊക്കെയാണെന്നും KC ജോണിന്റെ ബ്രദറാണെന്നും ഭാരതീയ വിദ്യാഭവന്റെ പ്രിൻസിപ്പൽ ആയിരുന്നെന്നും വലിയ പ്രശസ്തനായ പത്രാധിപരായിരുന്നു ഒക്കെ ഉള്ള കാര്യം. അപ്പൊ ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഈ ഭാരതീയ വിദ്യാഭവന്റെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങിയാൽ എന്താ? അപ്പം പുള്ളി പറഞ്ഞു അങ്ങനെ തുടങ്ങാറില്ല, നമുക്ക് എന്തായാലും പല പ്രാവശ്യം പറഞ്ഞ് നമുക്ക് ആരംഭിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആലോചിച്ച് പുള്ളി ബോംബെ ബന്ധപ്പെട്ടപ്പം പുള്ളി പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ആദ്യമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കാൻ പോയത് മനോരമയിലെ അന്നത്തെ പബ്ലിഷറായിരുന്ന മാമൻ മാർക്കീസിന്റെ വീട്ടിൽ പോയി. അദ്ദേഹം ചെയർമാൻ ആയിരിക്കണം എന്ന് പറഞ്ഞ് പുള്ളി സമ്മതിച്ചു. അങ്ങനെ പുള്ളി ചെയർമാനായിട്ട് ഒരു 9 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഞാൻ ഉൾപ്പെടെ. അങ്ങനെയാണ് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഭാരതീയ വിദ്യാഭവൻ ഒരു ജേർണലിസം കോഴ്സ് ആരംഭിക്കണമെന്ന് പറഞ്ഞു തീരുമാനിച്ചത്. ഡിപ്ലോമ കോഴ്സ്, ഡിഗ്രി കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള 1 വർഷത്തെ കോഴ്സ് അത് ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പം ആരംഭിക്കാൻ തീരുമാനിച്ച് അന്ന് ബസേലിയസ് കോളേജിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ OM മാത്യുവിനെ അതിന്റെ പ്രിൻസിപ്പലാക്കി. പക്ഷേ അവിടത്തേക്ക് അയച്ചപ്പോൾ പറഞ്ഞു ജേർണലിസവുമായിട്ട് ബന്ധമുള്ള ഒരാളല്ലാതെ തുടങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഡയറക്ടറോട് ഫൗണ്ടർ ഡയറക്ടറായ എന്നെ വിളിച്ച് വൈസ് പ്രിൻസിപ്പലുമാക്കി. അങ്ങനെ അവിടെ ജേർണലിസം കോഴ്സ് ആരംഭിച്ചു. ആ കോഴ്സിൽ പഠിച്ച പല ആളുകളും ഇന്ന് കേരളത്തിലെ മീഡിയയിൽ വളരെ പ്രമാണികളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണം മഞ്ജുഷ് ഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകള്, മനോരമയുടെ സുജിത് നായർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ പഠിച്ച. അപ്പൊ ആ രീതിയിൽ അതങ്ങോട്ട് വലുതാകുകയും ഒരുപക്ഷെ അതിന്റെ സ്ഥാപകൻ എന്ന് പറയാൻ ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ വന്നു. MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുമ്പോൾ ലോക മലയാള സമ്മേളനത്തിന് ബെർലിനിൽ പോയപ്പം കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ A സുകുമാരൻ നായർ ഉണ്ടായിരുന്നു, അവിടെ സാറുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വൈസ് ചാൻസലറായിട്ട് MGയിലോട്ട് വരുവാണ്. അവിടെ വരുമ്പോൾ എനിക്ക് ജേർണലിസം കോഴ്സ് MA ആരംഭിക്കണം, MCJ ആരംഭിക്കണം. അതിന് താങ്കള് അതിന്റെ അധ്യാപകനായിട്ട് വരണം, അല്ലെങ്കിൽ അതിന്റെ ചുമതല വഹിക്കണം.
അപ്പൊ ഞാൻ ജേർണലിസം പഠിച്ചിട്ടില്ല. ജേർണലിസം പഠിക്കാത്ത ആളെങ്ങനെ ഇതിനാകുന്നത്? പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. ഞാൻ അതിനു മുമ്പ് ഈ പിന്നെ പത്രാധിപൻ ദീപി ഇരുന്നപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പത്രാധിപന്മാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് സെന്ററാണ് ലണ്ടനിലെ തോംസൺ ഫൗണ്ടേഷൻ. അവിടുത്തെ ഒരു കോഴ്സ് പങ്കെടുക്കാൻ ഉള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ജേർണലിസം കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഭാരതീയ വിദ്യാഭവന്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു ജേർണലിസം പഠിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് പ്രൊഫസർ ആവാൻ ഒരു ജേർണലിസ്റ്റ് ആ ഫീൽഡ് സ്കോളർ ആയാൽ മതി. എസ്റ്റാബ്ലിഷ് സ്കോളർ ക്യാൻ ബി അപ്പോയിന്റഡ് ഡയറക്ട്ലി ആസ് പ്രൊഫസർ. ലെക്ചർ ആകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, പത്രപ്രവർത്തനത്തിന്റെ ഗ്ലാമർ കളഞ്ഞിട്ട് അങ്ങോട്ട് വരാനൊന്നും എന്റെ മനസ്സ് തോന്നിയില്ല. എന്തായാലും പുള്ളി നിർബന്ധിച്ചു, ഞാൻ അങ്ങ് പോയില്ല. പക്ഷെ അങ്ങനെ ഇരിക്കെ പുള്ളിയുടെ വൈസ് ചാൻസലർ ആയിട്ട് വന്നു, വീണ്ടും നിർബന്ധിച്ചു, ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അവസാനം എങ്ങനെയോ എന്റെ ബയോഡാറ്റ, ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ബയോഡാറ്റ പുള്ളി ആരിൽ നിന്നോ സംഘടിപ്പിച്ച് എന്നെ അവിടെ നിയമിക്കാൻ അവിടെ പിന്നെ ഓണററി പ്രൊഫസറായിട്ട് എന്നെ നിയമിച്ചു. പക്ഷേ പുള്ളി അവിടുന്ന് പോവുകയും ചെയ്തു, ഞാൻ പോയതുമില്ല, ജോയിൻ ചെയ്തതുമില്ല. പിന്നെയും വച്ചിരുന്നു. പിന്നെ അടുത്ത വൈസ് ചാൻസലർ വന്നപ്പോ എന്നെ വീണ്ടും പ്രൊഫസറായിട്ട് നിയമിച്ചു. എന്നിട്ടും നിയമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ ഈ അസൂയാലുകള് ഒരു പത്രപ്രവർത്തന മേഖലയിലുള്ള ഒരാൾ തന്നെ ചെറിയ കുത്തിത്തിരിപ്പൊക്കെ നടത്തി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ കയറാമെന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാന് പിന്നെ പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് എന്നെ വീണ്ടും ആ മംഗളത്തിലേക്ക് വന്നാല് മംഗളത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സംഭവം ഉണ്ടായി. മംഗളത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരുപക്ഷെ പിന്നെ ഈ മംഗളത്തിൽ ഇരിക്കുമ്പോഴല്ല, ദീപികയിൽ ഇരിക്കുമ്പോൾ ഞാൻ പണ്ട് പിന്നെ ആകാശവാണിയിലെ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിരുന്നു ദീപികയിൽ ഇരിക്കുമ്പോൾ. പക്ഷെ ഞാൻ ചെന്ന് ടെസ്റ്റ് എഴുതി, എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഒരു നിരാശനായിട്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും ദീപികയില് ഒരു 5-8 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും ഇത് ടെസ്റ്റ് ആപ്ലിക്കേഷൻ അടിക്കുകയും എന്നെ അതിന്റെ ഇന്റർവ്യൂ ബോർഡ് മെമ്പറായിട്ട് നിയമിക്കുകയും ചെയ്തു. കോന്നിയൂർ നരേന്ദ്രനാഥ് എന്ന് പറയുന്ന ആളായിരുന്നു അന്ന് ഡയറക്ടർ. ഞാനവിടെ പോയി ഗവൺമെന്റ് കോളേജ് വെച്ചായിരുന്നു ഈ ടെസ്റ്റ്. അതിന്റെ ഇൻവിജിലേറ്ററായി. പിറ്റേന്ന് പേപ്പർ വാരി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ വന്നു. ഇന്റർവ്യൂ നടത്തി. അവസാനം ഞാനത് ഞങ്ങള് പിന്നെ ഒരാളെ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത ആള് BA മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ്. ദൂരദർശനിലെ ആകാശവാണിയിലെ അസിസ്റ്റന്റായി. പിന്നീട് അദ്ദേഹം ദൂരദർശന്റെ ന്യൂസ് എഡിറ്ററുമായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് മംഗളത്തിലോട്ട് വന്ന ആ സമയത്താണ് ദൂരദർശൻ ആരംഭിച്ച് കുറെ കഴിഞ്ഞല്ലോ. ഇപ്പോഴേക്കും ദൂരദർശൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ മറ്റൊരു ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പം അവിടെ ആദ്യമായ ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അന്ന് ഒരു ചാനലേ ഉള്ളൂ, ദൂരദർശൻ. അന്നൊരു സംവാദത്തിന് ചെല്ലാൻ പറഞ്ഞു. സംവാദത്തിനല്ല, ഒരു ചാറ്റ് ഷോയ്ക്ക് ചെല്ലാൻ പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അന്ന് ഡയറക്ടർ. പിൽക്കാലത്ത് ഡയറക്ടർ ജനറലായിട്ടൊക്കെ ഡൽഹിയിൽ പോയി. അവിടെ ചെന്നു. അത് പിന്നെ ഏതാണ്ട് കരമന കുമാറിന്റെ സ്റ്റുഡിയോ വെച്ചായിരുന്നു. അപ്പൊ അവിടെ ചെല്ലുന്ന ഒരു ചാറ്റ് ഷോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ചർച്ച അന്തിച്ചർച്ചയുടെ ഒരു ഫോമിലായിരുന്നു. അന്ന് എന്തോ പേരൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ആങ്കർ ലീലാമേനോൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ എക്സ്പ്രസിലെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആയിരുന്നു. ഞങ്ങൾ 3 പേര് ചർച്ചയിൽ പങ്കെടുത്തു. ഒന്ന് PG ഗോവിന്ദപിള്ള, TN ജയചന്ദ്രൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പിന്നെ ഞങ്ങൾ 3 പേരുമായിരുന്നു ആ ചർച്ചയിൽ. ആ ഒറ്റ ദിവസം തന്നെ 3 ചർച്ച അവിടെ വെച്ച് 3 ചാറ്റ് ഷോ 3 ചർച്ച നടന്നു 3 വിഷയത്തെ പറ്റി. അങ്ങനെ ആദ്യത്തെ ദൂരദർശന്റെ അല്ലെങ്കിൽ മലയാള ചാനലിലെ ആദ്യത്തെ സംവാദം എന്ന പരിപാടിയിലെ പങ്കെടുത്ത ഒരാള് ഞാനായിരുന്നു. അതുപോലെ തന്നെ ദൂരദർശനിലെ മറ്റു പരിപാടിക്കും തുടക്കം കുറിക്കാനായി. അത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ആദ്യമായിട്ട് ദൂരദർശനിലെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ്. അന്നും എപ്പോഴും ഓർക്കുന്നു, ഡയറക്ടർ ഈ കുഞ്ഞികൃഷ്ണൻ തന്നെയാണ്. G വിവേകാനന്ദനെയാണ് ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തത്. അത് ഞാനാണ് ഇന്റർവ്യൂ. അന്നത്തേക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ
പിന്നെ പിന്നെ ആ, ഓരോ വീട്ടിലെയും ടിവിയുടെ മുമ്പ് 10-50 പേരാണ്. വേറെ ഒരു ചാനലുമില്ല. അങ്ങനെ വളരെ പോപ്പുലർ ആകാൻ ആ അവസരത്തിൽ കഴിഞ്ഞു. അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിലെ മറ്റൊരു കാര്യം പറഞ്ഞാല്, ആദ്യമായിട്ട് ഈ മംഗളത്തിൽ ഇരിക്കുമ്പോൾ മംഗളത്തിൽ ഇരിക്കുന്നതിന് നേരത്തെ തന്നെ ദീപികയിൽ ഇരിക്കുമ്പോൾ തന്നെ ആഹ് ഈ സമൂഹഭാഗം നടത്തി മംഗളംകാര്. തിരുവനന്തപുരത്ത് വെച്ച് ജ്യോതി വെങ്കടചലൻ ഗവർണറെ വിളിച്ചു. ഗവർണർ ഉദ്ഘാടനം, പിന്നെ അധ്യക്ഷൻ ആര്യാടൻ പോകുന്നു, മന്ത്രി എ ലളിതാംബി IAS ഞാനും പ്രസംഗം. അതിന്റെ ഒരു പരിപാടി ഈ പിന്നെ ന്യൂസ് റീലില് വരികയാണ് ഭയങ്കരമായിട്ട്. നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പോലും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ വന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഒരുപക്ഷെ ടിവിയിൽ ഇരിക്കുമ്പോൾ എന്നെ അവിടുന്ന് പോകാനോ അല്ലെങ്കിൽ എന്റെ ഈ കോളം നിർത്താനോ ഒക്കെ ഉള്ള കാരണം. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന കാര്യമാണ്. ഞാൻ 1996 നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പ്രവേശിച്ചു. അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഞാൻ, അക്കാഡമിക് എന്ന് വെച്ചാൽ അക്കാഡമിക് പഠിപ്പിച്ച പരിചയമില്ലാത്ത ഞാൻ ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് വളരെ ഭഗീരഥ പ്രയത്നത്തിലൂടെയാണ് ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നാക്കി മാറ്റുവാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവിടെ ഒരു പ്രത്യേകത ചെയ്യുന്നു. ആദ്യമായിട്ട് കേരളത്തിലെ, അന്ന് കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, മലയാളം ജേർണലിസത്തിന്റെ ഒരു പേപ്പർ ഉണ്ടാക്കി. ആ രീതി. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ജേർണലിസം ഉണ്ടാക്കി. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന പിള്ളേരെ എല്ലാം ഈ പത്രക്കാര് റാഞ്ചി കൊണ്ടുപോയി കേരളത്തിലെ മുഴുവൻ പത്രങ്ങളുടെ. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഏതാണ്ട് 50 പേര് മനോരമയുടെ, മാതൃഭൂമിയുടെ തന്നെ ചാനലിലും പത്രത്തിലുണ്ടായിരുന്നു. മനോരമയിലും എല്ലാത്തിലും, എല്ലാ പത്രങ്ങളും ഞങ്ങളുടെ ആളുകൾ. ഇപ്പം തന്നെ ഈ ചാനലുകളിൽ ഒരു 20% എന്റെ സ്റ്റുഡൻസ് ആണ്. ആ രീതിയിൽ വളരെ പോപ്പുലർ ആയിട്ട് അങ്ങോട്ട് മാറി. ആ പോപ്പുലറായി മാറിയെന്ന് മാത്രമല്ല, ഞാൻ ചെന്നൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുട്ടികള്, ഒരു 13 കുട്ടികള് നെറ്റിന് എഴുതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. 13 പേരും അങ്ങ് ജയിച്ചു നെറ്റ്. UGC നെറ്റ് എന്ന് പറഞ്ഞാൽ 1% വിജയം. ഇത് അറിഞ്ഞുടനെ അന്നത്തെ UGC ചെയർപേഴ്സൺ ഒരു ലേഡിയാ, പേര് വിട്ടുപോയി. ആ ലേഡി എന്റെ നമ്പര് വൈസ് ചാൻസലറോട് ചോദിച്ച് നേരിട്ട് എന്നെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എന്റെ റെസ്യൂം അയച്ചു കൊടുക്കുക, എന്റെ ജീവചരിത്രം അയച്ചു കൊടുക്കും. ഞാൻ അയച്ചു കൊടുത്തു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ കാണാൻ എനിക്ക് ഒരു ഇൻവിറ്റേഷൻ വരികയാണ്, UGC നെറ്റിന്റെ പേപ്പർ വാല്യൂസ് ചെല്ലാൻ പൂനെയില്. കാരണം ഇത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തിട്ട് 5 വർഷമായി. അതുകൊണ്ട് ഇനി രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അവിടെ ഞാൻ ചെന്നു. പേപ്പർ വാല്യൂഷൻ 6-7 വർഷം പൂനെയിലും, അത് കഴിഞ്ഞ് ഡൽഹിയിലേക്ക് മാറ്റി. ഡൽഹിയിലുമായിട്ട് പേപ്പർ ഈ UGC നെറ്റിന്റെ വാല്യുവേഷൻ നടത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആക്കി, ഞങ്ങളുടെ സബ്ജക്റ്റിന്റെ മാത്രം. പിന്നീട് 4-5 വർഷം കഴിഞ്ഞ ഇപ്പോഴത്തേക്ക് ജനറൽ UGC നെറ്റ് പേപ്പറിന്റെ ഒരു 6 ക്വസ്റ്റ്യൻ പബ്ലിക് റിലേഷൻ ഉണ്ട് എല്ലാവർക്കും. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആക്കി. പിന്നെ സ്ക്രൂട്ടിനി മെമ്പർ ആക്കി, കൺവീനർ ആക്കി, UGC പരീക്ഷയുടെ ഒബ്സർവർ ആക്കി. അങ്ങനെ അക്കാഡമിക് മേഖലയിൽ അങ്ങേയറ്റം വരെ പോകുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. PSC എക്സ്പെർട്ട് മെമ്പറായും UPSC എക്സ്പെർട്ട് മെമ്പറായും ഒക്കെ പോകുവാനായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ എളിയ രീതിയിൽ നിന്ന. കാരണം അക്കാഡമിക് പിന്നെ ഈ പഠിപ്പിച്ച പരിചയമില്ലാതെ വന്ന എനിക്ക് പറ്റി എന്നുള്ളത് എൻ്റെ ഒരു നേട്ടമായി ഞാൻ കാണുകയാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിലും കുട്ടികൾക്ക് എന്നോട് താല്പര്യമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം 25 വർഷം പഠിപ്പിച്ചിട്ട് ഒരു തവണ മാത്രമേ അവിടെ സമരം ഉണ്ടായിട്ടുള്ളൂ. അത് 2 പേരെ മറ്റൊരാള് അവിടെ കാശ് കൊടുത്ത് പഠിപ്പിച്ച് എനിക്കെതിരായിട്ട് സമരം ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ സമരം ഒന്നും ഏറ്റില്ല. അവരെ പറഞ്ഞയച്ചു. അവരെ യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞയച്ചു. അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ 70 വയസ്സ് വരെ അവിടെ ഇരുന്നു. 60 വയസ്സിന്റെ പോകണം. 70 വയസ്സ് ഇരുന്നിട്ട് വീണ്ടും എനിക്ക് തന്നിട്ട് പോലും ഞാൻ കുട്ടികള് പോകരുതെന്ന് പറഞ്ഞ് വീണ്ടും സമ്മതിച്ചിട്ട് പോലും ഞാൻ ഇവിടുന്ന് മാറുകയാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. അക്കാഡമിക് ഫീൽഡില് ആ രീതിയിലുള്ള വലിയ സംഭാവനകൾ നൽകുവാൻ കേരളത്തില് 1000-ഓളം പേരെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പേരെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്,
ദീപികയിൽ തന്നെ ഇരിക്കുമ്പോൾ 1974 ഉം. ഞാൻ ദീപികയിൽ കയറിയിട്ട് 71 ഞാൻ കയറിയത്. 74 3 വർഷം കഴിഞ്ഞേ ഉള്ളൂ. ഉം. അത്ര സീനിയർ ഒന്നും ആയിട്ടില്ല. എന്നാലും കോട്ടയത്തൊക്കെ എന്നെ അറിയും. മദർ തെരേസ ആദ്യമായി കേരളത്തിൽ വന്നു, അതായത് കോട്ടയത്ത് വന്നു. ഉം. 74 വന്നത് ഇവിടെ അവരുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റീസിന്റെ ഒരു ബ്രാഞ്ച് ആരംഭിക്കാൻ കഴിയുമോ എന്നറിയാനായി കൽക്കട്ടയിൽ ബിസിനസ് ഉള്ള കോട്ടയത്തുകാരനായ കൽക്കട്ട ജോസഫ് ചേട്ടനാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. വേറെ 2-3 കന്യാസ്ത്രീകളും ഉണ്ട്. ഉം. ഇവിടെ വന്ന് കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ സ്കൂളിൽ താമസം. ഉം. അവരൊക്കെ ഈ മദർ തെരേസയ്ക്ക് ഒരു പൗരസ്വീകരണം കൊടുക്കാൻ സ്കൂളിൽ വെച്ച്. അവിടെ തന്നെ 10,000-3000 കുട്ടികളുണ്ട്. അപ്പൊ അവിടെ വെച്ച് പൗരസ്വീകരണം. എന്തോ ഭാഗ്യത്തിന് ഞാനായിരുന്നു അധ്യക്ഷനായിട്ട് എന്നെ വിളിച്ചു. എനിക്ക് എന്നെ അത്ഭുതം. കാരണം 70 മീശ ഒരുക്കുന്ന പ്രായം, 3 വർഷത്തെ പരിചയമുണ്ട്. എന്തോ എങ്ങനെ തോന്നി. ഞാൻ അവിടെ ചെന്നു, പ്രസംഗം എല്ലാം കഴിഞ്ഞു. അയാളുടെ 11 ആയപ്പോൾ തീർന്നു. പിന്നെ അവിടെ ചെന്നിരിക്കുക. ഞാൻ മദർ തെരേസ, അന്ന് എല്ലാവരും മദർ തെരേസ ആണെങ്കിലും അവിടുത്തെ കന്യാസ്ത്രീകളെല്ലാം സിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്നൊരു 45-48 വയസ്സ് വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ദീപി എന്ന് പറയുന്ന പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അത് അവർ കേട്ടിട്ടൊന്നുമില്ല, കൽക്കട്ടയല്ലേ, ഇത് മലയാളത്തിലെ പത്രമാണ്, കത്തോലിക്ക വൈദികരാണ് നടത്തുന്നത്. ഒരു സന്തോഷമൊക്കെ തോന്നി. സിസ്റ്റർ വരുന്നോണ്ടോന്ന് ഞാനങ്ങ് ചോദിച്ചു. പിന്നെ വരാം, കാരണം വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, വരാമെന്ന് സമ്മതിച്ചു. ഞാൻ അത്ഭുതത്തോടുകൂടി ഒരു 12 മണിയായപ്പം ഞാൻ എനിക്കന്ന് അതിന് ഒരു 3 മാസം മുമ്പ് ഒരു പ്രീമിയർ പത്മിനി, ഒരു ചന്ദന കളറുള്ള പുതിയ കാർ ഞാൻ വാങ്ങിച്ചു. ഞാൻ ഓടിച്ച കാറിൽ എന്റെ ഇടതുവശത്ത് മദർ തെരേസയും ഇരുത്തിക്കൊണ്ട് ഞാൻ ദീപിയെ ചെന്നു. ഒരു 1 മണിയാവുന്ന സമയത്ത് 12:45 അവിടെ ചെന്നു. ഞാൻ മദറിനെ മീറ്റത്ത് കാറിൽ ഇരുത്തിക്കിട്ട് മോളിൽ കയറി. 3ാമത്തെ തന്നെയാ എഡിറ്റോറിൽ. അവിടെ ചെന്നപ്പോ ആരുമില്ല. ചീഫ് എഡിറ്ററായിരുന്ന വിക്ടർ നരിവേലി അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, മദർ തെരേസ താഴെ വന്നിട്ടുണ്ട്. പുള്ളിയുടെ മുഖം ഒരുമാതിരി നല്ല വെളുത്ത സുന്ദരനായിരുന്നു, ഒന്ന് മങ്ങി. ഞാൻ പറഞ്ഞ എന്നാ, ഞാൻ പറഞ്ഞ അവിടെ ഞാൻ പോയി, അവിടെ വെച്ച് ഞാൻ വിളിച്ചോണ്ട് വന്നതാ. ഞാൻ വിളിച്ചോണ്ട് വന്നതാണോ, ക്ഷണിച്ചു വന്നതാണോ? ഞാൻ പറഞ്ഞാതെ, ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ, ഇവിടെ ആരും ഇല്ലാതെ ഒരു കാര്യം ചെയ്യും, ക്ഷണിച്ചു വന്നതാണോ? അതെ. അവർക്കാർക്കും അന്ന് അത്ര ഒരു താല്പര്യം തോന്നിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കാർക്കും എല്ലാ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാന് എനിക്കറിയത്തില്ല പ്രോട്ടോകോൾ ഒന്നും, ഇതൊക്കെ നേരിട്ട് വിളിക്കേണ്ട കാര്യമാണെന്നൊന്നും. ഞാൻ എന്നോട് ഇച്ചിരി താല്പര്യമുള്ള അച്ഛനായിരുന്നു. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, താൻ ക്ഷണിച്ചാണോ? ക്ഷണിച്ചെന്ന് പറഞ്ഞ് ആണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം 5 മണിക്ക് വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ടുവന്ന് ഞാൻ സിസ്റ്ററെ പറഞ്ഞ് എല്ലാവരും ഉണ്ണാൻ പോയി. 12:30 ആയപ്പം പോയി. ഇനി ഒന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, 5 മണിക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടാക്കി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ പിന്നെ ദീപിയുടെ കാറിനകത്ത് ഞാൻ ഡ്രൈവർ കുരുവിളയും കൂടെ പോയി അവരെ വിളിച്ചോണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് സ്വീകരണമൊക്കെ കൊടുത്ത് ആ മിറ്റത്തിരുത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത്, ആ ഫോട്ടോയാണ് ദീപികയിൽ ഇപ്പോഴും മദർ തെരേസ ദീപിയെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന പിന്നെ ഫോട്ടോ. അതുപോലെ തന്നെ പല ആളുകളെയും സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടായിട്ട്, സന്യാസിമാര്, ശൃംഗേരി മഠാധിപതി, അങ്ങനെ പല ആളുകളും, പിന്നെ പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റുമാര്, വളരെ സംഭവപൂർവമായ ഒരു ചരിത്രമുണ്ട്. ഏറ്റവും അവസാനത്ത് നോക്കിയാല് വാജ്പേയി 2000 കുമരകത്ത് വന്നു. അന്നൊരു സംഭവമുണ്ട്. 2029 ഡിസംബർ 31 വരുന്നത്. ആ 2000 അന്ന് 1 ആവുമ്പോ 12 മണി ആകുമ്പോഴത്തേക്ക് വൈറസ് കയറി ലോകത്തെ എല്ലാം കമ്പ്യൂട്ടർ നശിക്കുമെന്ന് പറയുന്ന ഒരു പേടിപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഒരാഴ്ചത്തെ സ്വകാര്യ സന്ദർശനം 2000. അപ്പം അവിടെ പിന്നെ അന്ന് പത്രത്തിലെല്ലാം വന്നു, സ്വകാര്യ സംഭവം, പ്രൈവറ്റ് വിസിറ്റ് ആയതുകൊണ്ട് ആരെയും കാണുന്നതല്ല പ്രധാനമന്ത്രി എന്ന് വാർത്ത വന്നു. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, എനിക്ക് കാണണമെന്നും പറഞ്ഞു. എനിക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ അതുവരെയുള്ള ആളുകളെ എല്ലാവരെയും ഇത് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുള്ള രാജീവ് ഗാന്ധി ആയാലും KR നാരായണനെ ആയാലും ഒക്കെ VP സിംഗിനെ ആയാലും ഒക്കെ കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിത് അപ്ലൈ ചെയ്തു. ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് കളക്ടർ വഴി ഡൽഹിക്കാണ്. ഞാൻ അതുപോലെ അയച്ചു, വരുന്ന കഴിഞ്ഞ അയച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കളക്ടർ വിളിച്ചു പറഞ്ഞു, ഇല്ല,
ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ നിരാശനായിരുന്നു. വൈകുന്നേരം ഈ ഒരു തലേന്ന് ഡിസംബർ 1-ാം തീയതി, ജനുവരി 1-ന്റെ തലേന്ന് ഡിസംബർ 31-ാം തീയതി രാത്രി ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ. ദിസ് ഈസ് ഫ്രം PMO ഡൽഹി. പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈം എന്ന് പറഞ്ഞിട്ട് വിളി. ഇത് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ആരാണ്ട് എന്നെ ഊതാൻ വേണ്ടിയാണെന്ന്. കാരണം PMO എന്ന് വിളിക്കുന്നു. PMO എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഓഫീസാണെന്ന് മനസ്സിലായി. ഞാൻ അപ്ലൈ ചെയ്തിരുന്നു, കളക്ടറേറ്റിലൊക്കെ അറിയാം. അപ്പം ആരാണ്ട് ഊതാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു. അങ്ങനെ 2-3 വട്ടം വിളിച്ചിട്ട് അവസാനം ഒരു നേരെ 3 മണിയെങ്ങാണ്ടായപ്പോഴും പറഞ്ഞു യുവർ അപ്പോയിന്റ്മെന്റ് വിത്ത് പ്രൈം മിനിസ്റ്റർ ഈസ് കൺഫേംഡ് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കാണാൻ അവസരം ഉണ്ടാക്കി. ആകെ 4 പേർക്കാണ് സാംസ്കാരിക രംഗത്തുനിന്ന് സാംസ്കാരിക രംഗത്തുനിന്ന് കാണാൻ അനുവദിച്ചത്. ഒന്ന് PT ഉഷ, ഒന്ന് ഞാന്. ഞങ്ങളെ പിന്നെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ. ഇത്രയും പേരെയാണ് അന്ന് കാണാനായിട്ട് അവിടെ അനുവദിച്ചത്. പിന്നെ 4 ബിഷപ്പുമാരെ, സ്വാമി ആദരദാസ്, ഇത്രയും പേരെയെ കാണാൻ അനുവദിച്ചിട്ടുള്ളൂ. പിന്നെ കോട്ടയത്തുള്ള MP-മാരെയും അന്നത്തെ ചീഫ് മിനിസ്റ്ററെയും. ഈ അവസരത്തില് അന്ന് ഞാൻ ഇത് കണ്ടത് എങ്ങനെയാണ്, വാജ്പേയി കാണാൻ അവസരം ലഭിച്ചു എങ്ങനെയാണെന്നുള്ള കാര്യത്തില് കോട്ടയത്തെ ക്ലബ്ബുകൾ, ലയൺസ് റോട്ടറി ക്ലബ്ബുകളിലെല്ലാം എന്നെ വിളിച്ചോണ്ട് പ്രസംഗിപ്പിക്കുകയായിരുന്നു. അതൊരു വലിയ അത്ഭുതമായിട്ട് പോയി. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ കാണാൻ അനുവദിച്ചു. ഇന്ദിരാഗാന്ധിയെ കാണാൻ കഴിച്ചു. രാഹുൽ ഗാന്ധിയെ കാണാൻ അനുവദിച്ചു. അവരെ VP സിംഗിനെ, രാഹുൽ ഗാന്ധിയെ കണ്ടത് പിന്നെ ദീപികയുടെ ശതാബ്ദി ആഘോഷത്തിന് വന്നപ്പോൾ അന്ന് അതിന്റെ കൺവീനർ കൂടിയായിരുന്നല്ല, പ്രസ് ക്ലബിന്റെ പ്രസിഡന്റും അതിന്റെ ഒരു ചുമതലക്കാരനുമായിരുന്ന ആള് എന്ന നിലയിലാണ് സ്വകാര്യ സന്ദർശനം അനുവദിച്ചത്. അതിനേക്കാൾ കൂടി ദീപികയിലിരിക്കുമ്പോൾ തന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. APJ അബ്ദുൽ കലാം ഒരു ദിവസം ദീപികയിലിരിക്കുമ്പോ ഇന്നത്തെ സൂര്യ കൃഷ്ണമൂർത്തി അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇന്നത്തെ പരിപാടിയായിട്ട് വരുമായിരുന്നു. സൂര്യ ആരംഭിച്ചതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കാണാം സൂര്യ കൃഷ്ണമൂർത്തിയുടെ കൂടെ ഒരാളുകൾ കയറി വരുന്നു. സ്കൂട്ടറിന്റെ പറയിൽ വന്ന് കയറി വരുന്നു ഒരു കറുത്ത ഒരാള്, ഒരു നീല ഷർട്ടും ഇട്ട് ചപ്പലും ഒക്കെ ഇട്ട്. ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ആ പ്രത്യേകത കൊണ്ടും അദ്ദേഹം പിന്നെ ആരാണെന്ന് മനസ്സിലായത് കൊണ്ടൊക്കെയാണ്. അത് അന്ന് അവിടുത്തെ ഒരു എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞ് അവിടെ ഒരു പരിപാടിക്ക് തിരുവനന്തപുരത്ത് പത്രക്കാരെ ക്ഷണിച്ചു. ഞങ്ങളവിടെ ചെന്നപ്പോൾ കാണാം ഈ മനുഷ്യൻ, ഇവിടെ വന്ന മനുഷ്യൻ അവിടെയൊക്കെ സ്റ്റേജിന്റെ അവിടെയൊക്കെ നടന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായി. അപ്പൊ ഇദ്ദേഹം എന്നെ കണ്ടപ്പോ അദ്ദേഹം ചിരിച്ചു. അപ്പോഴാണ് അദ്ദേഹം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്, കലാമെന്നൊക്കെ മനസ്സിലായത്. അല്ല, പേരൊന്നും എനിക്ക് അന്നേരം മനസ്സിലായില്ല. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അരുൾ ജ്യോതി ഹോട്ടലിൽ കാപ്പുടിക്കാൻ ചെന്നപ്പോ കാണാം അദ്ദേഹം അവിടെ ഇരിക്കുന്നു. കണ്ടപ്പം കൈ കാണിച്ചു അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു. അബ്ദുൽ കലാം എന്നാ പേരെന്ന് പറഞ്ഞു. പിന്നെ സ്ഥിരമായിട്ട് അവിടെ കാപ്പുടിക്കാൻ ചെല്ലുമ്പം കാണുമായിരുന്നു. അപ്പൊ ഇന്നരന്തൂർ അങ്ങനെയുള്ള APJ അബ്ദുൽ കലാമിനെ കോട്ടയത്ത് റബ്ബർ ബോർഡിൽ ഒരു പരിപാടിക്ക് സത്യം പറഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞിട്ടാണ് കണ്ടപ്പോഴാണ് പിന്നെ കാണാനുള്ള അവസരം ഉണ്ടായത്. KR നാരായണന്റെ കാര്യം പറഞ്ഞാല്, KR നാരായണൻ രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് അമേരിക്കയിലെ അംബാസഡർ ആയിരുന്ന സമയത്ത് ഒരു ദിവസം ഞാന് എന്തോ ഒരു ആവശ്യത്തിന് വൈകുന്നേരം കളക്ടറെ ഒരു പരിപാടിക്ക് വിളിക്കാനായിട്ട് ജയിലെടുത്താമ്പിയായിരുന്നു. വിളിച്ചപ്പോഴേ പറഞ്ഞു ഞാൻ വൈകുന്നേരം കാണത്തില്ല, അവിടെ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ കാണത്തില്ല, ഞാൻ നാരായണ സാറിനെ കാണാൻ പോവെന്ന് പറഞ്ഞു. അപ്പൊ ഏത് നാരായണ സാർ? KR നാരായണൻ, അമേരിക്കൻ അംബാസഡർ. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴാ കാര്യമായിട്ടത് കേൾക്കും. അപ്പൊ അവിടെ വരുന്നുണ്ട്, ഉഴവ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അവര് പോവുകയാണ്. കളക്ടറ് കാണാൻ അങ്ങോട്ട് പോകുന്ന ഒരാള് എന്ന് കേട്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറെ വിളിച്ചോണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു വൈകുന്നേരം പോകുമെന്ന് പറഞ്ഞ ഞാൻ നേരത്തെ തന്നെ അങ്ങ് പോയി, ഉടനെ തന്നെ പോയി. വിളിച്ചോണ്ട് അവിടെ ചെന്നപ്പോ കാണാം ആ വീട്ടില് സഹോദരിയ താമസിക്കുന്ന കല്യാണി, ആയുർവേദ വൈദ്യമൊക്കെയാണ് അവർക്കുള്ള പരിപാടി, ജോലി. ആ വീട്ടിലിരിപ്പുണ്ട്. അങ്ങനെ അവിടെ നിന്ന്
അദ്ദേഹമായിട്ട് ഈ ഒരു ഇന്റർവ്യൂ എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് മലയാളമൊക്കെ പറയാം. അപ്പൊ അതിലെ കൂടെ ഇപ്പോഴും ഓർക്കുന്നു, അതിലെ കൂടെ വലിയ അനൗൺസ് ചെയ്തുകൊണ്ട് പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് എങ്ങനെ ഇത്ര സ്പീഡിൽ പറയാൻ പറ്റുന്നു എന്നൊക്കെ. സിമ്പിൾ ആയ ഒരു മനുഷ്യൻ. അവിടെ ഇരുന്ന് ഒരു 2 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയും ഇന്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തു. പിറ്റേന്ന് 1-ാം പേജിൽ എന്റെ പേര് വെച്ച് KR നാരായണന്റെ ഫോട്ടോ സഹിതം ഉള്ള ഇന്റർവ്യൂ വന്നു. ഇത് അദ്ദേഹത്തിന് ആ ഉഴവരൊക്കെ അന്ന് TV ഒരുപാടുണ്ട്. രാവിലെ എന്നെ കണ്ടു. രാവിലെ കണ്ട് പുള്ളിക്ക് വലിയ സന്തോഷമായ നാരായണൻ വിളിച്ചു പറഞ്ഞു, ഞാനും പിന്നെ കണ്ടതൊന്നുമില്ല, ഇങ്ങോട്ട് വെച്ചിട്ട് വലിയ സന്തോഷമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനിയൻ KR ഭാസ്കരൻ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഞാൻ ചേട്ടൻ എന്നെ പറ്റി ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി ഉപരാഷ്ട്രപതിയായിട്ട് വന്നു. അന്ന് ഗസ്റ്റ് ഹൗസിൽ പോയി കണ്ടു. അതിനിടയ്ക്ക് അദ്ദേഹം പിന്നെ ഇവിടെ മന്ത്രിയായപ്പോൾ ഞാനൊരു കത്ത് അയച്ച ഒരാൾക്കൊരു ഗൾഫിലെ ജയിലിൽ കിടന്ന ഒരാളെ മോചിപ്പിക്കുക വരെ ചെയ്ത സംഭവമുണ്ട്. ഒരു കത്തയച്ചതേ ഉള്ളൂ. വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് ഉപരാഷ്ട്രപതിയായി കണ്ടു, രാഷ്ട്രപതിയായി കണ്ടു. ആ കാണുമ്പോഴൊക്കെ ആ പഴയ സ്നേഹം എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. രാഷ്ട്രപതിയായിരുന്നപ്പോൾ പോലും ഈ KR നാരായണൻ പിന്നെ എന്റെ അനിയൻ KR ഭാസ്കരനോട് ചോദിക്കുമായിരുന്നു. മറ്റൊരു കാര്യം പറഞ്ഞാൽ, വാജ്പേയി കാണാനായിട്ട് പോയപ്പോൾ ഈ KR നാരായണന്റെ അനിയൻ KR ഭാസ്കരനെ 3 പറഞ്ഞതല്ല 4 പേരായിരുന്നു സാംസ്കാരിക രംഗത്തുണ്ട്. KR ഭാസ്കരൻ ഉണ്ടായിരുന്നു. ആ KR ഭാസ്കരൻ എന്റെ കൂടാണ് കുമരകത്തേക്ക് വരികയും തിരിച്ചു വരികയൊക്കെ ചെയ്തത്. അങ്ങനെയുള്ള അനുഭവങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം, ഒരുപാട് രാജ്യങ്ങളിൽ പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. 53 രാജ്യങ്ങളിൽ പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആ പോക്കുകളില് ഒക്കെ തന്നെ ഒരുപാട് അനുഭവങ്ങളുമുണ്ട്. ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അതിനിടയ്ക്ക് ഞാൻ ദീപികയിലിരിക്കുമ്പോൾ തന്നെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഡയറക്ടറായി. ആ ഡയറക്ടറായിരുന്ന സമയത്ത് ഞങ്ങള് ഒരു 3 പേര്, മാനേജിംഗ് ഡയറക്ടറായ SK പിള്ള, പിന്നെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന ഹരികൃഷ്ണൻ നായർ IAS, ഞങ്ങൾ 3 പേര് ഒരു 7 രാജ്യങ്ങള് ഉൾപ്പെടെ ഒരു വിദേശ പര്യടനത്തിന് പോയി. അതായത് ഗൾഫ്, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ. പിന്നെ ആദ്യമായിട്ട് പോയത് ബാങ്കോക്ക്, ഫിലിപ്പൈൻസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോങ്കോങ്, പിന്നെ ജപ്പാൻ, അങ്ങനെ സിംഗപ്പൂർ, അങ്ങനെ പോയി വന്നു. അപ്പൊ അവിടെ വെച്ചാണ് ജപ്പാനിൽ ചെന്നപ്പോഴാണ് അത്ഭുതം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇന്നത്തെ കാലത്ത്. അതായത് 1980-ലാണ്. അന്ന് ജപ്പാനൊക്കെ കണ്ട നമ്മള് ഈ കമ്പ്യൂട്ടറിന്റെ മതിഭ്രമം ഉണ്ടായി പോകും. 50 രൂപ കൊടുത്തിട്ട് ഒരു സോപ്പ് വാങ്ങിച്ച ചില്ലറ കിട്ടുന്ന കിയോസ്കുകള് വഴിയോരങ്ങളുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് നായർ സാനെ കാണുന്നത്. നായർ സാൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഈ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ജപ്പാനിൽ പോയ ആളാണ്. അവിടെ ചെന്ന് അവിടുത്തെ ബിഹാരി ഘോഷുമായിട്ട്, സുഭാഷ് ചന്ദ്രബോസിന് മുമ്പ് പോയ ബിഹാരി ഘോഷുമായിട്ട് കമ്പനിയാകുകയും അവര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവിടെ പടപൊരുതുകയൊക്കെ ചെയ്താണ് നായർ സാന് അവിടെ ഒരു ഹോട്ടൽ നടത്തുകയാണ്. അവിടെ ഇന്ദിരാഗാന്ധി വന്നപ്പോൾ നായർ സാന്റെ വീട്ടിൽ പ്രധാനമന്ത്രി ആയിരുന്നു അവിടെ ചെന്നിട്ടുണ്ട്. ജപ്പാൻകാര് തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഓണർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ എഴുതിയിരുന്നു നായർ സാറിനെ ഒന്ന് കാണണമെന്ന്. നായർ സാറിനെ കാണാനായിട്ട് ഇങ്ങനെ ഹോട്ടലിന്റെ അർത്ഥം ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ടോക്കിയോയിലെ ഗിഞ്ച ഡേച്ചി ഹോട്ടലിന്റെ മുമ്പിൽ നിന്ന് കുറച്ചും കൂടെ നടന്നാൽ മതി. നടന്നു നോക്കിയപ്പോൾ കാണാം ഇവിടുത്തെ ഇങ്ങനെ ഒരു ഹോട്ടല്. ഫ്രണ്ടില് അവിടുത്തെ വിഭവങ്ങളെല്ലാം കണ്ണാടിയിലും അരിയിൽ വെച്ചിട്ടുണ്ട്. അത് ടോക്കിയോയിലെ അല്ലെങ്കിൽ ജപ്പാനിലെ ഒരു പ്രത്യേകതയാണ്. അവിടെ ഉള്ള എല്ലാ സാധനങ്ങളുടെയും അവിടെ പ്രദർശിപ്പിച്ചേക്കും, അതിന്റെ വിലയും പ്രദർശിപ്പിക്കും. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഈ അന്നൊരു 10-75 വയസ്സ് കാണും ഈ നായർ സാന്. നായർ സാൻ സർ എന്നാണ് അർത്ഥം. AM നായരെന്ന് അദ്ദേഹത്തിന്റെ പേര്. അവിടെ ചെന്ന് പരിചയപ്പെട്ടു. വലിയ സന്തോഷമായിരുന്നു. അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നപ്പോൾ പുള്ളിക്കുള്ള ഏറ്റവും വലിയ വിഷമം, ഇന്ത്യക്കാർ മലയാളികൾ ജോലി ചെയ്യത്തില്ല, ഞാനിവിടെ ജോലി ചെയ്യും. അദ്ദേഹത്തിന്റെ ജപ്പാൻ ഭാര്യ പോലും അവിടെ നിന്ന് വിളമ്പുകയാണ്. എനിക്കൊരു മോനുണ്ട്,
രണ്ട് മക്കളോറ്റുണ്ട്. ഇപ്പൊ ഉം. ഗോപാൽ UN-ലാണ് അവൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. UN-ലെ ജോലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റാ. അയാൾ വന്നിട്ടുണ്ട്, പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. നോക്കിയപ്പോ കാണാം ഏപ്രൺ കെട്ടി പുള്ളി ചിക്കൻ വിളമ്പുക ഉം. അവധിക്ക് വന്നപ്പോ. ഇതാണ് ജപ്പാൻകാരെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള പുള്ളിയുടെ ദുഃഖം അതേ ഉള്ളൂ. എല്ലാ വർഷവും വരും, സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ തന്നെ. എല്ലാ വർഷവും തിരുവനന്തപുരത്ത് വരും. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ അദ്ദേഹത്തെ മനോരമ വിളിച്ച് ആദരിച്ചു. അന്നും മനോരമയില് അവരുടെ അങ്കണത്തിൽ നടന്ന പരിപാടിയില് DC കിഴക്കേമരിയ C രാധാകൃഷ്ണനെയും എന്നെയും പ്രസംഗിക്കാൻ വിളിച്ചിരുന്നു എന്നുള്ള കാര്യവും ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ജീവിതത്തില് ഒരു പിന്നെ പറയുകയാണെങ്കിൽ 10-20 പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ, 100 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കാര്യം പറയുകയാണെങ്കിൽ ഡൽഹിയിലെ പിന്നെ ഭാരത് ഗൗരവ അവാർഡ്, അവിടുത്തെ ഗൗരവ പുരസ്കാരം, ഭാരത് ഗൗരവ അവാർഡ് ലഭിച്ചു. അത് ഡൽഹിയിൽ വെച്ച് 3-4 മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പല സംസ്ഥാനത്തെയും ഗവർണറായിരുന്ന ഡോക്ടർ ഭീഷ്മ, പേര് വിട്ടുപോയി, ഭീഷ്മനാരായൺ, അദ്ദേഹമായിരുന്നു തന്നത്. പണ്ട് മദർ തെരേസയ്ക്ക് വരെ ആ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 10 ഇതൊക്കെയാണ് ആ പത്രപ്രവർത്തനത്തെ പറ്റി ഒറ്റ നിലയിൽ ഓർക്കാൻ എനിക്ക് കഴിയുന്നത്. അപ്പോൾ ഈ നേരത്തെ ആദ്യം മംഗളത്തിലും പിന്നീട് ദീപികയിലും എഴുതിയ കോളം തിരക്കിനിടയിൽ, അത് അതേ പേരിലും പിന്നീട് തിരക്കിനിടയിൽ തന്നെ എന്ന പേരിലും പുസ്തകമാക്കിയിട്ടുണ്ടല്ലേ? അത്രയല്ല, ഒരു 5-8 പുസ്തകം അത് തന്നെ ആക്കിയിട്ടുണ്ട്. തിരക്കിനിടയിൽ തന്നെ, കാഴ്ചവട്ടം, കാഴ്ചയിൽ വട്ടം, ചുരുക്കത്തിൽ ഒക്കെ 5-6-7 പുസ്തകം ഈ കോളം തന്നെ ഉണ്ട്. NBS-ലും DC-യിലും മറ്റ് ചില പ്രസാധകരുമായിട്ട്. അപ്പോൾ താങ്കൾ 25 വർഷം മാധ്യമരംഗത്ത് സജീവം, അതിനുശേഷം ഏതാണ്ട് അത്രയും കാലം തന്നെ അധ്യാപക രംഗത്ത് വളരെ സജീവം, ഇപ്പോഴും വിവിധ മേഖലകളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം നമ്മളെല്ലാ മാധ്യമ പ്രവർത്തകരോട് നമ്മൾ ഈ പരമ്പരയുടെ അവസാനം ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ അവസാനമായിട്ടില്ല എങ്കിൽ പോലും ഈ മാധ്യമരംഗത്ത് വന്നിട്ടുള്ള മാറ്റം എന്താണ് ഇപ്പം ശരിയായിട്ട്? കാര്യം പത്രങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം, അച്ചടി മാധ്യമങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. ചെറുപ്പക്കാർ പത്രങ്ങളോട് മുഖം തിരിക്കുന്നു. ടെലിവിഷൻ ന്യൂസ് ചാനലുകളിൽ പോലും പിന്നെ ഈ പ്രേക്ഷകരായി ചെറുപ്പക്കാരില്ല. ഇനി വരുന്ന കാലങ്ങളിൽ നമ്മളൊക്കെ മുഖ്യമായിട്ട് വ്യാപരിക്കുന്ന ഈ അച്ചടി മാധ്യമ രംഗം ഈ രീതിയിൽ നിലനിൽക്കുമോ? ഈ പിന്നെ നമ്മുടെ ഒരു ചുറ്റുണ്ട്, പണ്ട് പ്രസ് എന്ന് പറയുന്ന പ്രസ്സായിരുന്നു, പത്രമായിരുന്നു. പിന്നെ അത് പ്രസ്, അത് ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു. അങ്ങോട്ട് കേട്ടോണം. പത്രാധിപർ എന്ത് പറയുന്നു അതാണ്. പത്രാധിപര് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും, ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല. രണ്ടാമത് പ്രസ് എന്ന് പറയുന്നത് ടെലിവിഷനായി. അവിടെ കുറെയൊക്കെ ഇന്ററാക്ഷൻ വന്നു. പിന്നെ പ്രസ് ഈക്വൽ ടു ഇന്റർനെറ്റ് ആയി. ആളുകൾക്ക് ഏത് കഴുതയ്ക്കും ഇന്റർനെറ്റ് കയറി എന്തും ചെയ്യാം, ഒരു കൺട്രോളും ഇല്ല. ഇപ്പോൾ പ്രസ് ഈക്വൽ ടു C എന്ന് എനിക്ക് തോന്നുന്നു. C എന്ന് വെച്ചാൽ സെൽഫോൺ. ഇന്ന് രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേറ്റീവ് ടൂൾ എന്താന്ന് ചോദിച്ചാൽ ഈ സെൽഫോണാണ്. ഈ സെൽഫോൺ എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആണ്, ഏറ്റവും അത്യാവശ്യമുള്ളതുമാണ്. അതിലൂടെയാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയും ആളുകളെല്ലാം ഇന്ന് ആദ്യം വാർത്ത അറിയുന്നതിലേ കൂടാ, ഈ ഫോണിൽ കൂടാണ്. അപ്പം പണ്ടുണ്ടായിരുന്ന പത്രവായന കുറഞ്ഞു എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. പത്രവായന കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്ന് പത്രത്തിലേക്ക് വരുമ്പോൾ എല്ലാം ചെടിക്കുന്ന വാർത്തകളാണ്. അതിന്റെ നരേറ്റീവ് കൊണ്ട്, അതിന്റെ പ്രസന്റേഷൻ കൊണ്ട്, ഡീറ്റെയിലിന് വേണ്ടിയാണ് പത്രം കാണിക്കുന്നത്. പിന്നൊരു കാര്യമുണ്ട്, പത്രം ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതോ ടെലിവിഷനിൽ കണ്ടതോ റേഡിയോയിൽ കണ്ടതോ വെച്ച് പത്രം കാണാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചിലപ്പോൾ യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറൊരിടത്ത് പോയിരിക്കുകയായിരിക്കും. കാര്യം അറിയണമെങ്കിൽ
തിരിച്ചു വരുമ്പോൾ പത്രം തന്നെ വേണം. പത്രമെന്ന് ഞാൻ മൊത്തം നോക്കിയാൽ കണക്ക് വെച്ചാൽ സർക്കുലേഷൻ അങ്ങനെ അങ്ങ് കുറഞ്ഞിട്ടില്ല. പത്രങ്ങളുടെ സർക്കുലേഷൻ അങ്ങനെ കുറഞ്ഞിട്ടില്ല. പിന്നെ പത്രത്തിന്റെ അന്നത്തെ പത്രവും ഇന്നത്തെ പത്രവും തമ്മിൽ വെച്ചാൽ കാലത്തിനൊത്ത പാടുകൾ ഉണ്ടാകും. അന്ന് എന്ന് എഴുതി കൊടുത്താൽ അത് പടച്ചുവിടുന്നത് നമ്മളങ്ങ് വായിക്കുമായിരുന്നു. ഇന്നൊരു സത്യത്തിൽ വ്യൂസും കൂടാണ് ആളുകൾക്ക് വേണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ്. നിങ്ങൾ ഇപ്പം പറയുന്നത് നിങ്ങളുടെ വ്യൂസ് ഒന്നും വേണ്ട, നിങ്ങൾ ആ ന്യൂസ് ഇങ്ങോട്ട് തന്നാൽ മതി. അപ്പൊ ആളുകള് പഴയ രീതി, പണ്ട് ന്യൂസ് വ്യൂസ് ആയിരുന്നു, ആ വ്യൂസ് പേപ്പർ മാറി, അപ്പൊ ന്യൂസ് മതി. കാരണം മറ്റേ ഇന്റർപ്രിട്ടേഷൻ വി ക്യാൻ ഇന്റർപ്രട്ട്, വൈ ഷുഡ് യു വറി എന്നൊരു ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അപ്പൊ ആളുകള് ഇന്ന് സോഷ്യൽ മീഡിയയിലേക്കും മറ്റു രീതിയിലും കാര്യം ഗ്രഹിക്കുകയും അതിന്റെ കൂടുതൽ വിവരങ്ങൾ കഴിക്കാനും സൗകര്യത്തിനും വേണ്ടിയാണ് പത്രങ്ങളെ ഇന്ന് ആശ്രയിക്കുന്നത്. എന്ന് വെച്ച് പത്രങ്ങൾക്ക് നിലനിൽക്കാൻ അല്ല, പത്രങ്ങള് എക്കാലവും നിലനിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പലരും പറഞ്ഞിട്ടുണ്ട് പത്രം ഞാൻ പൂട്ടിക്കെട്ടിക്കുമെന്ന്. അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു തോന്നലില് ഒരു കാലത്തും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ മലയാള പത്രങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് മലയാളം വായിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരില്ലാതെ വരികയാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്ന് ആളുകൾക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാകും എന്നിപ്പം പിന്നെ പ്രൊഫസ് ചെയ്യാനായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വയ്യ. ആ ഒരു അവസ്ഥ വളരെ എന്തുവാ ഒരു വളരെ വലിയ ഭീകരമായ അവസ്ഥയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പത്രപ്രവർത്തനം തീർച്ചയായും ആ പത്രങ്ങൾ കൂടി ഇല്ലെങ്കിൽ, പത്രങ്ങളില്ലാത്തൊരു അവസ്ഥയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ നാവാണ്, നമ്മുടെ ശക്തിയാണ്, നമ്മുടെ പവറാണ്, നമ്മുടെ ദൈവം തമ്പുരാനാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഈ പത്രങ്ങളില്ലാത്ത അവസ്ഥയെ പറ്റി നമുക്കൊന്ന് എങ്ങനെ ഹലോ ഹലോ ഹലോ. സർ, കേൾക്കാമോ? ഫോൺ കട്ട് ചെയ്താൽ മതി സർ. ആ ഹലോ. ആ സർ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഇപ്പൊ ഈ സാമൂഹ്യ മാധ്യമങ്ങളാണല്ലോ അതിനാണ് മേൽക്കൈ. ഇപ്പൊ അങ്ങ് പറഞ്ഞു പത്രം ഇല്ലാത്തൊരു ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അത് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. അവര് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് പത്രങ്ങളെ അല്ല, വാർത്താ ചാനലുകളെ പോലുമല്ല. അവര് സാമൂഹ്യ മാധ്യമങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അവര് വാർത്ത കണ്ടെത്തുന്നത് അവർക്ക് വേണ്ടത് മാത്രം, താല്പര്യമുള്ള വാർത്തകൾ മാത്രമാണ് അവർ കാണുന്നത്. അങ്ങനെയുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് പത്രത്തിന്റെ നിലനിൽപ്പ്? നേരത്തെ ഞാൻ പറഞ്ഞു, പിന്നെ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സീരിയലൂടെയാണ്, സെൽഫോണിലൂടെയാണെന്ന്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, ആ സോഷ്യൽ മീഡിയ ഇല്ലാതിരിക്കാനും കഴിയില്ല. സോഷ്യൽ മീഡിയ എത്രമാത്രം പവർഫുൾ ആയിപ്പോയി. പണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തൂരില്ല. സർക്കാരോ അധികാരികളോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരെണ്ണത്തിന് അഗണ്യ കോടിയിൽ അവഗണിച്ച് പുച്ഛത്തോടിരിക്കുകയാണ്. ഇന്നതല്ല, എല്ലാ കാര്യങ്ങളും ആദ്യം അറിയുന്ന, നേരത്തെ തന്നെ പറഞ്ഞു, ആദ്യം അറിയുന്നത് സെൽഫോണിലൂടെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. എന്തും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം. അതുണ്ടാക്കുന്ന ഒരു 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 പ്രതിസന്ധി ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ഒരു 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 വല്ലാത്ത അവസ്ഥ ഇന്നുണ്ട്. ആരെ പറ്റി വേണമെങ്കിലും ഒരർത്ഥവുമില്ലാത്ത, ഒരു 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 പിന്നെ സത്യത്തിന്റെ അംശം പോലും ഇല്ലാത്ത, കുലബന്ധം പോലും ഇല്ലാത്ത സംഭവങ്ങളെ ആനയെ ആടാക്കുകയും ആടിനെ പട്ടിയാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകാം. ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നാളെ ചിലപ്പോൾ നിയന്ത്രണം ഉണ്ടാകാം എന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയ കൂടുതൽ കൂടുതൽ വ്യാപകമാവുകയാണ്. എവിടെ നിന്ന് വേണമെങ്കിലും അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാം, കൂടുതൽ കേൾക്കാം, നമുക്ക് അതിന്റെ അഭിപ്രായം പറയാം. കാരണം ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്ന പ്രസ് ഈസ് ഈക്വൽ ടു പ്രസ് എന്ന് പറയുന്ന ആ അച്ചടി മാധ്യമത്തിലൂടെ നമ്മളെയെല്ലാം, ഈ വായനക്കാരെ അടിച്ചമർത്തപ്പെട്ടിരുന്നൊരു തിരിച്ചടി കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് ഇന്ന്. സോഷ്യൽ മീഡിയയിലൂടെയാണ് കാര്യങ്ങൾ എല്ലാം നയിക്കുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ട് നാളെ പത്രങ്ങളുടെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, പത്രത്തിന്റെ ഇപ്പം പിന്നെ ഒരിക്കലും അതിന് കുഴപ്പം വരില്ല എന്ന് പറഞ്ഞ്, അത് എന്റെ ഒരു തോന്നൽ അങ്ങനെ തന്നെയാണ്. പിന്നെ മലയാളത്തിലെ ഞാൻ പറഞ്ഞു, മലയാളം അറിയാൻ വയ്യാത്ത ഒരു തലമുറ അത് പ്രാദേശിക ഭാഷകൾക്കെല്ലാം ഇന്ത്യയിൽ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് എങ്കിൽ പോലും പത്രങ്ങൾ നിലനിൽക്കും. സോഷ്യൽ മീഡിയ നിലനിൽക്കില്ലെന്നല്ല, സോഷ്യൽ മീഡിയ കൂടുതൽ ശക്തമാക്കും. അത് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. നമുക്ക് എപ്പം വേണമെങ്കിലും നോക്കാം, എപ്പം വേണമെങ്കിലും കാണാം, എപ്പം വേണമെങ്കിലും അറിയാം. ഇപ്പം പത്രമാണെങ്കിൽ വീട്ടിൽ ചെല്ലണം, പിന്നെ ഇതാണെങ്കിൽ ഇവിടെ ഇരിക്കും. പക്ഷെ ഇതിനകത്ത് കാണാൻ വയ്യാത്ത
കൂടുതൽ കാര്യങ്ങൾ പത്രങ്ങൾ വേണം, കൂടുതൽ വിവരത്തിന് വേണ്ടി. കാരണം ഒരു സത്യം അറിയണമെങ്കിൽ നിങ്ങൾ സത്യമെങ്ങ് അന്വേഷിപ്പൂ പണ്ഡിതൻ അവളുടെ എന്ന് പറഞ്ഞതുപോലെ സത്യം അറിയണമെങ്കിൽ പത്രം തന്നെ വേണമെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് പത്രങ്ങളുടെ നിലനിൽപ്പ് ഒരു പ്രതിസന്ധിയിലായിട്ടില്ലെന്ന് ഞാൻ ഇപ്പോഴും പറയാൻ കാര്യം. ഈ സാമൂഹ്യ മാധ്യമങ്ങളില് ചവച്ചു തുപ്പുന്ന വാർത്തകളാണ് അടുത്ത ദിവസം പത്രങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം വ്യാപകമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് തലേ ദിവസം തന്നെ വാർത്തകൾ അറിയുകയും പിന്നീട് പിറ്റേ ദിവസം അതേ വാർത്ത ആവർത്തനം വായിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പത്രങ്ങളുടെ വാർത്താ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതല്ലേ? അതായത് നമുക്ക് കൂടുതലായിട്ട് വ്യാഖ്യാനാത്മകമായിട്ടുള്ള അപഗ്രഥനാത്മകമായിട്ടുള്ള വാർത്തകളല്ലേ കൂടുതൽ ഇനി കൊടുക്കേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞു, കാരണം ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന ഇപ്പം ഒരു വാർത്ത ഉണ്ടായി, പിന്നെ അമേരിക്കയിലെ പിന്നെ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കലാമിറ്റി ഉണ്ടായി. ഇപ്പൊ ഉണ്ടായത് നമുക്ക് എന്തോ ചെയ്യാനാ? ആദ്യം അറിയാവുന്ന സോഷ്യൽ മീഡിയയിലൂടെ. സോഷ്യൽ മീഡിയയിലേ അറിയാൻ പറ്റൂ. ആ നിമിഷം ഒരു പക്ഷെ ടെലിവിഷനിൽ അറിയാൻ പറ്റും. അത് പത്രത്തിൽ എങ്ങനെ അറിയുന്നത്? അത് ചർമ്മിത ചേർവണമായിട്ട് നാളെ അല്ലാതെ വെക്കുന്ന പിന്നെ എന്തുകൊണ്ട് എങ്ങനെ വായിക്കുന്നു? അതിലെ കൂടുതൽ ഫോട്ടോകള്, കൂടുതൽ കഥകള്, വിമൻ സ്റ്റോറീസ്, അവിടുത്തെ ഇതിൽ വരാത്ത കൂടുതൽ കാര്യങ്ങള്, അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ആളുകളുമായിട്ടുള്ള ഇന്റർവ്യൂ, അതിന്റെ പിന്നെ വരുംവരാഴികള്, അതുവഴി ഉണ്ടാകുന്ന ഭാവി പ്രശ്നങ്ങള്, ഇതൊക്കെയാ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പത്രങ്ങളിൽ വരും. നമുക്ക് നോക്കാം. ഇന്ന് നമ്മള് ഇത് സംസാരിക്കുന്നത് ഇലക്ഷൻ ഇന്നലെ പ്രഖ്യാപിച്ചു, ഇന്ന് പത്രങ്ങളിൽ വന്ന ദിവസം. പത്രങ്ങളിൽ വളരെ വിശദമായിട്ടുണ്ട്. ഇന്നലെ ചാനലുകളിലൂടെ പ്രഖ്യാപിച്ചതിനേക്കാൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഡീറ്റെയിൽസ് ഫോർ ഫർദർ റെഫറൻസ് ഇന്ന് പത്രത്തിലുണ്ട്. നമ്മളത് ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഏതാ പഴയ നിയമസഭകള്, അല്ല ലോകസഭകള്, അന്നുണ്ടാക്കിയ വോട്ടുകള്, അന്നത്തെ ഭൂരിപക്ഷം, അന്നത്തെ സ്ഥാനാർത്ഥികള് എങ്ങനെയായിരുന്നു അവരുടെ ജീവചരിത്രം, അവരുടെ കുടുംബ പശ്ചാത്തലം, അവർ ഇന്ന് എങ്ങനെ ഇരിക്കുന്നു, ഇതൊന്നും നമുക്ക് ടി വി കിട്ടുന്നില്ല, നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നില്ല. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുള്ളവർക്ക് അപ്പൊ നമ്മൾ സാധാരണ ചോദിക്കും, ഞങ്ങൾക്ക് എത്രയും വിവരങ്ങളൊന്നും അറിയണ്ട. അറിയണമെന്ന് വിചാരിച്ചാണല്ലോ ഈ പത്രം നടക്കുന്നത്. പത്രം ഒരു വിവരമില്ലാത്തവനും പള്ളിക്കൂടത്തിൽ പഠിക്കാത്തവനും പഠിച്ചവനും ഒക്കെ ഒരു വാർത്തയാണ് കൊടുക്കുന്നത്. അപ്പൊ ആ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ വ്യാഖ്യാനാത്മകമായ ഡീറ്റെയിൽഡ് ഒരു ഒരു നരേറ്റീവ്, പുതിയ ആംഗിള്, ആ ഓരോരുത്തരുടെയും അതിന്റെ പുതിയ പിന്നെ തലങ്ങള് നമ്മൾ ഒപ്പിച്ച് പത്രങ്ങൾ കൂടുതൽ കാര്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ വായിക്കൂ. അതെ. അതാണ് അങ്ങ് പത്രം. പ്രവർത്തിച്ചിരുന്ന ദീപിക പത്രം ത്തിന്റെ ഒരു സർക്കുലേഷൻ വളരെ കുറവാണ്. മംഗളം എന്നുള്ള ഒരു പത്രം ഇപ്പോ ഇല്ല, നിലച്ചുപോയി. അപ്പോ ഇങ്ങനെ വാർത്തകള് അറിയാനായിട്ട് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന അത്തരം സ്ഥാപനങ്ങൾ ഇല്ലാതെ ആവുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ നിലനിൽപ്പ്, പത്രപ്രവർത്തകരുടെ നിലനിൽപ്പ്, അതെല്ലാം ഒരു ഭീഷണിയിലാണ്. ഇപ്പോ ചെറുപ്പക്കാർക്കാണെങ്കിൽ ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ല ഈ മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് വരുന്നത്. അങ്ങ് ഒരുപാട് കാലം 25 വർഷം, 4 നൂറ്റാണ്ട് ഇതിന്റെ ട്രെയിനിങ് പരിശീലനം കൊടുത്തിരുന്ന ഒരു അധ്യാപകൻ കൂടിയാണല്ലോ. കുട്ടികൾക്ക് ഒരു അനിശ്ചിതത്വം ഉണ്ട്. ഇത് കഴിഞ്ഞ ദിവസം നമ്മളുടെ കുട്ടികൾ ചോദിക്കായിരുന്നു, ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വല്ല ജോലി കിട്ടുമോ? അപ്പൊ ഇത് ഒരു വല്ലാത്തൊരു അവസ്ഥയല്ലേ? ഇവർക്കൊരു ഉറപ്പുള്ള ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഈ പരിശീലനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു പോരായ്മയല്ലേ? എങ്ങനെയാണ് ഈ പ്രതിസന്ധി മറികടക്കുക? അതൊരു നല്ല ചോദ്യമാണ്. സത്യം, ഇന്നത്തെ കാര്യം ഈ പത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള, സാമ്പത്തികമായി ഭദ്രതയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇതൊരു വലിയ ബിസിനസ്സാണ്. ദ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ബിസിനസ് ഇൻ ദിസ് വേൾഡ് ആണ് ഈ പിന്നെ ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഏറ്റവും അത്യാധുനികമായ മെഷീനറികള്, പ്രിന്റിംഗ് ഉപകരണങ്ങള്, അതിന്റെ കളർ കോമ്പിനേഷന് എന്ന് വേണ്ട എല്ലാം വളരെ കൂടിയ ഉപകരണങ്ങൾ വേണ്ടതും ഏറ്റവും സ്പീഡിലെത്തിക്കുകയും ചെയ്യേണ്ട സാധനമാണ്. അവിടെ ചെറിയ പത്രങ്ങൾക്ക് നിലനിൽപ്പില്ല. വലിയ മാലിന്റെ മുമ്പില് ചെറിയ മരങ്ങൾ കിളിർക്കില്ല എന്ന് പറഞ്ഞതുപോലെ വൻകിട പത്രങ്ങളുടെ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. മലയാളത്തിൽ തന്നെ ഞാൻ പറഞ്ഞാൽ ഈ പാർട്ടി പത്രങ്ങൾ വല്ലതും ഇപ്പം പിന്നെ ദേശാഭിമാനിയെ പോലുള്ള മറ്റേ പാർട്ടിയിൽ നിന്ന് കാശ് കിട്ടുന്നവർക്കും ഇപ്പം ദീപിക ഒരു സമുദായത്തിന്റെ ആയതുകൊണ്ട് ഒക്കെ നിലനിന്ന് പോകും. അല്ലാത്ത പത്രങ്ങൾക്ക്
മനോരമയോ മാതൃഭൂമിയോ ഒക്കെ ഒഴിച്ചാൽ വളരെ പ്രയാസമാണ് നിലനിന്ന് പോകാനെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ ആ ചോദ്യം പഠിച്ചു വരുന്ന ആളുകൾക്ക് ഒരു 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 ജോലി കിട്ടുമോ എന്നുള്ളതും ആശങ്കാകുലമാണ്. അതെ എനിക്ക് തോന്നുന്നു, അതെ ഞാന് പത്രപ്രവർത്തനത്തിന് പഠിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി വന്നപ്പോൾ 35 സീറ്റായിരുന്നു ജേർണലിസത്തിന് അന്നുണ്ടായിരുന്നത്. ഞാൻ അവിടെ ആദ്യമായിട്ട് എൻട്രൻസിന് എഴുതിച്ചപ്പോൾ ആദ്യം 350 രണ്ടാമത്തെ വർഷം അത് 500 പേരായി. പിന്നെ 750 പേരിൽ നിന്നാണ് ഈ 35 സീറ്റ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ കഷ്ടിയായിട്ടാണ് ആളുകൾ അതെ വന്നുകൊണ്ടിരിക്കുന്നത്. പല യൂണിവേഴ്സിറ്റികളിലും പല പിന്നെ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നിടത്തും പിള്ളേരില്ല എന്നുള്ളത് അതെ സത്യമാണ്. അതെ പിള്ളേര് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതെ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല ഹേമല ചോദിച്ചതിനകത്ത് ചെറിയൊരു പ്രശ്നമുള്ളത് മംഗളം ദിനപത്രം ഇപ്പോഴും ഉണ്ട്, വാരിക മാത്രമാണ് ഇല്ലാത്തത് അല്ലേ? വാരികയാണ് നടത്തിയത്, പത്രം വാരിക എപ്പോഴും മാത്രമാണ് പോകും. നടത്തുന്നത്. മാത്രമല്ല ഈ അനുബന്ധമായി ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് അത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാര്യം ഈ ഹിന്ദു പോലെയുള്ള ഇംഗ്ലീഷ് പത്രങ്ങളും ഈ പ്രിന്റ് എഡിഷന് കൂടുതൽ പ്രാമുഖ്യം നൽകാതെ ഓൺലൈൻ എന്താ എഡിഷൻ ഹിന്ദു പോലെയുള്ള പത്രങ്ങൾ, ആ ഹിന്ദു ഉം പോലെ അത് ഇംഗ്ലീഷ് പത്രങ്ങൾ മുഖ്യമായിട്ട് ഈ ആ പ്രിന്റ് എഡിഷനെക്കാട്ടിലും കൂടുതൽ ഇനി വരുന്ന ഫ്യൂച്ചർ മീഡിയം എന്നുള്ള രീതിയിൽ ഓൺലൈൻ എഡിഷൻസിന് പ്രാമുഖ്യം നൽകുന്ന ഒരു കാലത്താണല്ലോ നമ്മളിപ്പം ജീവിക്കുന്നത്. അതെ. അപ്പം മലയാള പത്രങ്ങളിലും ഏതാണ്ട് ഭാവിയിൽ അങ്ങനെ പോകും എന്ന് തോന്നുന്നുണ്ടോ? പ്രിന്റ് എഡിഷൻ ഉണ്ടാകും, പക്ഷെ കൂടുതൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ എഡിഷനാണ്. ആ അവസ്ഥയിലേക്ക് ലോകമെമ്പാടും മാറുന്നുണ്ട്. താങ്കൾക്ക് അങ്ങനെ അതേ തോന്നുന്നുണ്ടോ? അതേ ഇനി നിലനിൽക്കൂ. മറ്റേതുണ്ട്, മറ്റേ നേരത്തെ പറഞ്ഞ ആ വാക്ക് അവിടെ നിർത്തിക്കൊണ്ട് പറയാ. ഇവിടെ നമുക്ക് കാരണം ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ച കൊണ്ടും പിന്നെ ഈ ചാനലിന്റെ ഒരു പ്രഭാവം കൊണ്ടും ആളുകൾ അപ്പോഴപ്പോഴും വാർത്ത അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഓൺലൈൻ ഇല്ലാതെ ഒരു പത്രത്തിനും നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പം മലയാള പത്രത്തിന്റെ പ്രധാന പത്രങ്ങൾക്കെല്ലാം ഓൺലൈൻ എഡിഷൻ ഉണ്ട്. അതില്ലാതിരിക്കാൻ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ, കാറിലിരിക്കുമ്പോൾ, പിന്നെ ട്രെയിനകത്തിരിക്കുമ്പോൾ, വേറെ എവിടെയെങ്കിലും ഓഫീസിലിരിക്കുമ്പോൾ ഒരു പത്രം അറിയണമെങ്കിൽ ഉടനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോകും. അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ വിശ്വസ്തമായ ഓൺലൈൻ കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. എത്രയോ ആളുകൾ വിദേശത്തിരുന്ന് മലയാള പത്രങ്ങൾ ഓൺലൈനിൽ വായിക്കുന്നു. എത്രയോ ആളുകൾ പിന്നെ മറ്റ് ഇന്ത്യക്ക് പുറത്തിരുന്ന് ഇന്ത്യൻ പത്രങ്ങൾ വായിക്കുന്നു. ഓൺലൈൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആയിട്ട് പോകുന്നതായതുകൊണ്ടും അത് ഗ്ലോബലി പിന്നെ അക്സസിബിൾ ആയതുകൊണ്ടും ഓൺലൈൻ ഇന്നത്തെ ഒരു പ്രധാനമായി സോഷ്യൽ മീഡിയ പോലെ പിന്നെ പ്രചാരം കിട്ടുന്ന ഒരു 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 കമ്മ്യൂണിക്കേറ്റീവ് ടൂളായി മാറിയിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതെ പത്രങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, പത്രങ്ങൾ നിലനിൽക്കും, സോഷ്യൽ മീഡിയയും ഇല്ലാതിരിക്കാൻ കഴിയില്ല. ഓൺലൈനിന്റെ ഒരു കാലമാണ്. പത്രങ്ങളുടെ ഒരു ഉൽപ്പന്നമായിട്ട് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമായിട്ട് ഈക്വൽ പ്രൊഡക്ഷനായിട്ട് പ്രിന്റ് മീഡിയയും ഓൺലൈൻ പിന്നെ പ്രൊഡക്ഷനും തുടരുകയല്ലാതെ അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കോവിഡിന്റെ ഒരു സമയത്ത് ഈ ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. വാർത്ത അറിയാനായിട്ട് പത്രങ്ങൾ പ്രിന്റ് വരുത്താൻ പോലും ജനത്തിന് പേടിയായിരുന്നു. അത് കൊണ്ടിടാനായിട്ടുള്ള വിതരണക്കാരുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ഓൺലൈൻ വളരെ പ്രചാരം നേടി എന്നുള്ളതാണ് വാസ്തവം. അല്ല, ഓൺലൈൻ കാലത്ത് പത്രം മാത്രമാണോ? ഇത് ഇന്ത്യയിലെയും ലോകത്തിലെയും വിദ്യാഭ്യാസം തന്നെ ഓൺലൈനിലായിരുന്നില്ലേ? അങ്ങേയറ്റം വരെ MBBS MDയും വരെ ഓൺലൈനിലായിരുന്നു. അപ്പൊ പിന്നെ അത് പറയണ്ട. കാരണം ഓൺലൈന്റെ കാലത്ത് കേരളത്തിൽ തന്നെ മിക്ക വാരികകളും നിലച്ചില്ലേ? എത്രയോ നല്ല വാരികകളെല്ലാം ഒരൊറ്റ കോപ്പിയോട് വിറ്റടിച്ചില്ല. പത്രങ്ങളും അത് തന്നെയായിരുന്നു. പത്രങ്ങളുടെ സർക്കുലേഷൻ പോയിട്ട് അത് പൊങ്ങിയതുമില്ല. കോവിഡ് കാലത്ത് നിന്ന പത്രങ്ങളൊന്നും ഞാൻ ഈ പല രീതിയിലും പത്രങ്ങളുമായിട്ട് കണ്ടപ്പോഴും ഏജന്റുമാരുമായിട്ട് ആലോചിച്ചപ്പോഴും സംസാരിച്ചപ്പോഴും ഒക്കെ ഈ കുറഞ്ഞ പത്രമൊന്നും കൂടാറില്ല. അതൊക്കെ സത്യമാണ്. അത് ഇതിന്റെ ഭാവമാണ്. ഓരോ കാലത്തുണ്ടാകുന്ന ഓരോ കാലഘട്ടത്തിനടുത്തുള്ള പാടുകൾ, കാലത്തിനടുത്ത കോലം എന്ന് പറഞ്ഞവന് കോവിഡ് കാലത്ത് ഓൺലൈൻ, അല്ലാത്ത കാലത്ത് ഓഫ്ലൈൻ എന്നുള്ള രീതിയിലേക്ക് പോകും. പത്രവും അങ്ങനെ പോകും. അതുപോലെ സോഷ്യൽ മീഡിയ പോലെ പിന്നെ ഓൺലൈനും പോകും. ഓൺലൈനില്ലാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഓൺലൈനായാലും ഓഫ്ലൈനായാലും പത്രങ്ങളില്ലാത്ത ഒരവസ്ഥയെ പറ്റി നമുക്ക് സോഷ്യൽ മീഡിയ ഒരു പത്രമാണ്.
സോഷ്യൽ മീഡിയയും പത്രം തന്നെയാണ്, മീഡിയയാണ്. അതില്ലാത്ത മീഡിയ ഇല്ലാത്ത, കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇല്ലാത്ത, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അതിനുള്ള മീഡിയ ഇല്ലാത്ത ഒരു കാലം പറ്റി നമുക്ക് കഴിയില്ല. അത് അങ്ങനെ ഉണ്ടാകുക വെറും കാട്ടാള യുഗം തന്നെയാണ്, കാട്ടുമീ. ഓക്കെ. അങ്ങ് പറഞ്ഞ ഒരു കാര്യം ചോദിക്കാനുണ്ട് സർ. അത് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ പുതിയ കോർപ്പറേറ്റ് ഹൗസസ് ആണ് മാധ്യമങ്ങളെ കൊണ്ട് നടക്കുന്നത്. അപ്പോ ഈ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം മുടക്കിക്കൊണ്ടാണ് അവർ വരുന്നത്. അത് ഒരു തെറ്റായ ചില പ്രവണതകളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് രാഷ്ട്രീയ പിന്നെ മുതലാളി ബന്ധങ്ങൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം. അത് സത്യസന്ധമായ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് തടസ്സമാവുന്നില്ലേ? ഞാനിവിടെ പറയാത്തൊരു കാര്യമുണ്ട്, ഇതിന് ചോദ്യം കൊണ്ടുവരാം. നമ്മള് എന്താ ഈ പത്രസ്വാതന്ത്ര്യം എന്ന് ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ എങ്ങനെയാ പത്രസ്വാതന്ത്ര്യം? അങ്ങനെ ഒരു സാധനം ഇല്ല. പത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു മുറുക്കാൻ കട ആരംഭിച്ചാൽ അത് കാശ് മുടക്കുന്നവനല്ലേ അതിന്റെ ചീഞ്ഞ ഉള്ളി എടുത്ത് കൊടുക്കണോ, മോശമുള്ള ഉള്ളിയോ? പിന്നെ എടുത്തു കൊടുക്കുവാരന് മനസ്സാക്ഷി അനുസരിച്ച് ചീത്ത ഉള്ളി എടുത്ത് കളഞ്ഞിട്ട് നല്ലത് വേണമെങ്കിൽ വിതരണത്തിൽ കൊടുക്കുകയാണെങ്കിൽ വിൽക്കാം എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. ഈ പത്രപ്രവർത്തകർ എന്ന് പറയുന്നൊരു വിതരണക്കാരാണ്. കോടാനുകോടി രൂപയാണ്, ഈ കോടികൾ മുടക്കി നടത്തുന്ന ഒരു പത്രത്തിന് ആ പത്ര മുതലാളിക്ക് അതിന് ലാഭമില്ലാതെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു ബിർളയോ ടാറ്റായോ ഒരു 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 മനോരമക്കാരോ ഒരു മാതൃഭൂമിക്കാരോ ഒരു ദീപികക്കാരോ ഒരു ദേശാഭിമാനിക്കാരനോ വരുമെന്ന് ചിന്തിക്കാൻ കഴിയുമോ? അവരെല്ലാവർക്കും ലാഭം വേണം. ഒരു ബിസിനസ് എന്ന് പറഞ്ഞ ബിസിനസ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റാ. അപ്പൊ അവരുടെ പൈസ മുടക്കുന്ന ആളിന്റെ ആശയം അതിനകത്തുണ്ടാകും. ഒരു സിനിമ സംവിധാനം ചെയ്താൽ സംവിധായകന്റെ ഒരു ആശയം അതിനകത്തുണ്ടാകും. പുസ്തകം എഴുതിയാൽ അയാളുടെ ആശയം കാണും. എന്ന് പറഞ്ഞ പോലെ പത്ര മുതലാളിയുടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പത്ര മുതലാളിയുടെ സ്വാതന്ത്ര്യമാണ് ഒരർത്ഥത്തിൽ പത്രസ്വാതന്ത്ര്യം വരുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ നല്ല മുതലാളിയാണെങ്കിൽ കുറെയൊക്കെ നമുക്കത് കാണാൻ കഴിയും. നമുക്ക് ഏറ്റവും ഉദാഹരണം മലയാളത്തിൽ നോക്കിയാൽ ഏഷ്യാനെറ്റ് BJP-കാരനായ ഒരു മന്ത്രിയുടെയാണ്. ആ പത്രം ആ ഏഷ്യാനെറ്റ് ചാനൽ നോക്കിയാൽ BJP-യുടെ എന്തെങ്കിലും കൊണ്ടോ? BJP-ക്ക് ഏറ്റവും കൂടുതൽ തല്ലുകൊള്ളുന്ന ഏഷ്യാനെറ്റിൽ നിന്നാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു പ്രത്യേകത നമ്മൾ കാണണം, ആളുകളുടെ രീതി അനുസരിച്ച്. ഇപ്പൊ നമ്മുടെ ടാറ്റ ആയാലും ബിർള ആയാലും അംബാനി അദാനി ആയാലും കുറെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വിചാരിച്ചാൽ മതി. ഒരു മുതലാളി കാശ് മുടക്കിയാൽ എല്ലാ വാർത്തയിലും കയറി പിടിക്കത്തില്ല, ഒരു കാര്യവുമില്ല. ഞാൻ ഇരുന്നിട്ടുണ്ട്, ദീപികയിൽ ഇരുന്നിട്ടുണ്ട്, ഈ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഇരിക്കുന്നത്. എല്ലാ വാർത്തയിലും മുതലാളിമാർ ഇടപെടാറില്ല, മാനേജിംഗ് എഡിറ്റർമാര് ഇടപെടാറില്ല. അവര് ചില കാര്യങ്ങൾ പറയും. അപ്പൊ ദീപികയിൽ ഇരിക്കുന്ന കാലത്ത് കുടുംബാസൂത്രണത്തെ പറ്റി ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ആരും കൊടുക്കത്തില്ല. എന്നല്ലാതെ അപ്പം റബ്ബറിന്റെ വില നിയന്ത്രിക്കാൻ വേണ്ടി ഒന്നും കൊടുക്കരുതെന്ന്, റബ്ബർ കർഷകന് എന്ത് കിട്ടുന്നതെന്ന് അതൊക്കെ ഒരു പോളിസിയാ, അതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാതെ വേറെ ഒന്നിനും ഒരു പ്രശ്നമില്ല. ഏത് മുതലാളി വന്നാലും വാർത്തകൾ നിഷ്പക്ഷ വാർത്തയൊക്കെ കിട്ടും. പക്ഷെ ചില കാര്യങ്ങൾ ഒരു കുത്തും കോളും ഒക്കെ കാണുമെന്നല്ലാതെ മുതലാളിമാരില്ലാതെ പത്രം നിലനിൽക്കില്ല. കാശ് മുടക്കാതെ കാര്യം നടക്കത്തില്ല. പണ്ട് ദേശാഭിമാനി സ്വദേശാഭിമാനിന്റെ ആവശ്യമുള്ള കൊണ്ടുവന്ന് ഓരോ കല്ലച്ചിലച്ചടിച്ച് ഇവിടെ കൊണ്ടുവന്ന വെറും കല്ലായി പോവല്ല, ഒരു മനുഷ്യൻ വായിക്കത്തില്ല. കാശ് മുടക്കണം. കാശ് മുടക്കുന്ന മുതലാളിക്ക് അതിന്റെ ലാഭം വേണം. ആ ലാഭത്തിന് വേണ്ടി അവര് ഏത് രീതിയിലും ചെയ്യും. നമ്മളിപ്പോ അറിയാമല്ലോ, ഒരു വലിയ സ്വർണ്ണക്കടക്കാരനെ, കേരളത്തിൽ പല സ്വർണ്ണക്കടക്കാരും ഉണ്ട്, അവരെ ആരെങ്കിലും റെയ്ഡ് ചെയ്താൽ പിറ്റേന്ന് പറഞ്ഞു തരും? വരത്തില്ല. അവരുടെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കിട്ടുക, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇത് നമ്മളെ കുറ്റം പറഞ്ഞോ കൈയടിച്ചിട്ടോ അയ്യേ അവര് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ അതിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുകയല്ലാതെ ഈ പ്രായോഗിക ജീവിതത്തിൽ മറ്റൊന്നും നടക്കത്തില്ല. നമുക്ക് വിപ്ലവാത്മകമായ മൈക്കിൽ കയറി പറയാമെന്നല്ലാതെ ഇത് നടപ്പണമെങ്കിൽ സ്വർണ്ണക്കടക്കാരുടെ പരസ്യം വേണം. അത് അവരെ ഓരോ സ്വർണ്ണക്കടക്കാരനെയും ആദായ നികുതിക്കാര് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം വാർത്ത കൊടുത്താൽ സ്വർണ്ണക്കടക്കാരുടെ പരസ്യം കിട്ടത്തില്ല, നമുക്ക് പത്രക്കടലാസ് വാങ്ങിക്കാൻ പറ്റത്തില്ല, മഷി വാങ്ങിക്കാൻ പറ്റത്തില്ല, പിറ്റേന്ന് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, പിറ്റേന്ന് പത്രം ഇറക്കത്തില്ല. ഇതാണ് സ്ഥിതി. അപ്പം പണമുള്ളവൻ കൂടി ഇതിനകത്ത് പറയാം. അപ്പൊ നമ്മള് പരിപാടി ആരംഭിച്ചിട്ട് 1.5 മണിക്കൂർ പിന്നിട്ടു. താങ്കളുടെ സംഭവബഹുലമായ മാധ്യമ ജീവിതം, മാധ്യമ അധ്യാപകൻ എന്നുള്ള
രീതിയിലുള്ള താങ്കളുടെ സംഭാവനകൾ എല്ലാം താങ്കൾ വളരെ വിശദമായി പറഞ്ഞു. അതിന് ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ പേരിൽ, ഇത് കേൾക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു. നമുക്കിവിടെ ഈ പരിപാടി അവസാനിപ്പിക്കാം. സാറിന് ഒരിക്കൽ കൂടി സാറിന് വളരെ നന്ദി സർ. അങ്ങേക്ക് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾക്കും രണ്ടുപേരും വളരെ കാര്യമായിട്ട് സഹകരിച്ച് ഈ പരിപാടി ഇന്റർവ്യൂ ചെയ്തവർക്ക് പ്രത്യേകം നന്ദി. ക്ലബ് ഹൗസിന് വളരെ സന്തോഷം സർ. നന്ദി സർ. നമസ്കാരം.